ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. ഏട്ടത്തി പാർട്ട് 4. വലിയ ഹാൾ, ഇരിക്കാൻ ഫാം സെറ്റുകളും കസേരകളും, സാമാന്യം ഭേദപ്പെട്ട സൗകര്യങ്ങൾ. മധു എല്ലാം ഒന്ന് ഓടിച്ച് കണ്ണോടിച്ചു. സൂസന്നയുടെ ഫാദർ മരിച്ചപ്പോൾ സംസ്കാര ചടങ്ങിന് എത്തിയതായിരുന്നെങ്കിലും അകത്തേക്കൊന്നും കയറിയില്ലെന്നു. എന്താ സാർ നിൽക്കുന്നത്, ഇരിക്കൂ, സൂസന്ന പറഞ്ഞു. മധു സൂസന്നയുടെ പുഞ്ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ഒരല്പം വൈക്ലഭ്യത്തോടെ പറഞ്ഞു, ഒരത്യാവശ്യ കാര്യത്തിനാണ് സൂസന്ന ഞാൻ വന്നത്. എന്താ സാർ, അത്യാവശ്യം പറയൂ. സൂസന്ന വീണ്ടും പുഞ്ചിരിച്ചു. എനിക്ക് 1000 രൂപ വേണം. ശമ്പളം കിട്ടിയാൽ ഉടനെ തരാം. മധുവിന്റെ മുഖത്തെ ചമ്മലും ഓടിക്കിതച്ച് വിയർത്തുള്ള വരവും ഉറങ്ങി എണീറ്റ മട്ടിലുള്ള മുഷിവും മുഷിഞ്ഞ ഷർട്ടും കൈലിമുണ്ടും ഒക്കെ സൂസനെ ഒന്ന് ശ്രദ്ധിച്ചു. എന്താ സാർ, എന്തുണ്ടായി? വീട്ടിലാർക്കെങ്കിലും? മധു സൂസന്നയുടെ മുഖത്തേക്ക് നോക്കി. അല്ല, എന്താണ് ഇത്ര എമർജൻസി എന്ന് ചോദിച്ചതാ. സൂസന്ന പുഞ്ചിരിച്ചു. സാറിന്റെ ഈ വരവും വേഷവും വീട്ടിലാർക്കെങ്കിലും എമർജൻസി ഒന്നുമില്ല. പിന്നെ? അയാൾക്ക് നാണക്കേട് തോന്നി. ഒരു സഹപ്രവർത്തകയോട് പണം കടം ചോദിക്കുക, അതും വീട്ടിൽ വന്നു. വളരെ മോശം. വേണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് കൈവശമുള്ള പണവും എടുത്ത് പോന്നാ മതിയായിരുന്നു. കഷ്ടം. അല്ല, ഒരാവശ്യം പെട്ടെന്ന് വന്നു. സൂസന്നയുടെ കയ്യിൽ ഉണ്ടാകുമെന്ന് കരുതി. സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. മധു ചമ്മി ഒരു ചിരിയോടെ വാതുക്കലേക്ക് ധൃതിയിൽ നീങ്ങി. അയ്യോടാ, ഇതെന്താ? നിൽക്കൂ സാർ. സൂസന്ന ഓടി വന്ന് മധുവിന്റെ തോളത്ത് പിടിച്ചു നിർത്തി. മധു നിന്നുപോയി. എന്നിട്ട് മുഖം തിരിച്ച് സൂസന്നെ നോക്കി. സൂസന്ന കൈ പിൻവലിച്ചു. എന്തൊരു പോക്കാണ് സാർ, അതും ഇത്ര പെട്ടെന്ന്. നിൽക്കുന്ന നിൽപ്പിലാണല്ലോ സാറിന്റെ നിറത്തിന് മാറ്റം. മുഖത്തിനും ഹൃദ്യമായ ചിരിയോടെ പറഞ്ഞു. സാർ നിൽക്ക്. സൂസന്ന ധൃതിയിൽ അകത്തെ മുറിയിലേക്ക് പോയി. തിരികെ വരുമ്പോൾ അവരുടെ കയ്യിൽ 100ന്റെ 10 നോട്ടുകൾ ഉണ്ടായിരുന്നു. അത് നീട്ടിക്കൊണ്ടാണ് അവൾ പറഞ്ഞു, പണം എന്തിനാണെന്ന് ചോദിച്ചത് കാര്യം കിള്ളിക്കഴിച്ച് അറിയാനോ അല്ലെങ്കിൽ സാറിനെ വിഷമിപ്പിക്കാനോ അല്ല. സാറിന്റെ വേഷവും വരവും കാര്യത്തിന്റെ എമർജൻസി വല്ലാത്തതാണെന്ന് തോന്നിച്ചു, അതാണ്. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട. ഇതാ പണം. മധുവിന് വീണ്ടും ചമ്മലുണ്ടായി. എങ്കിലും അത് മറച്ച് അയാൾ പറഞ്ഞു, ഹേയ്, പറയാൻ എന്ത് ബുദ്ധിമുട്ട്, ധൃതി ഉള്ളത് കൊണ്ട് പറഞ്ഞില്ലെന്ന് മാത്രം. മധു തുടർന്നു, ഓട്ടോറിക്ഷ വിറ്റ് ചെയ്യുകയല്ലേ, പോകണം. ടൗണിൽ ചെന്ന് ഒരു ലോഡ്ജിൽ റൂം എടുക്കണം, കുളിക്കണം, അത്യാവശ്യമായ ഒരു ജോഡി ഡ്രസ്സ് എടുക്കണം. ഇതൊക്കെയാണ് ആവശ്യങ്ങൾ. സൂസന്ന അന്തം വിട്ടു നോക്കി. എന്താണിങ്ങനെ? ടൗണിൽ റൂം എടുക്കലും പുതിയ ഡ്രസ്സ് വാങ്ങലും മറ്റും. വൈഫുമായി ചെറിയൊരു പ്രശ്നം ഉണ്ടായി. ഓ, അത് ശരി. സൂസന്നയ്ക്ക് ഇപ്പോഴാണ് പിടികിട്ടിയത്. ഭാമയുമായി വഴക്കുണ്ടാക്കി ഇറങ്ങിയതാണല്ലേ? അതും ഇത്ര രാവിലെ വഴക്കുണ്ടാക്കിയോ? കൊള്ളാലോ. മധു മിണ്ടിയില്ല. എന്റെ റോയിച്ചാനും ഇതേ സ്വഭാവമായിരുന്നു. സൂസന്നയുടെ മുഖം ഒന്ന് വാടി. ഞാനൊന്ന് കൂടുതൽ ശബ്ദമുയർത്തിയാൽ, പിണങ്ങിയാൽ അപ്പോ ഇറങ്ങി ഒറ്റ പോക്കാണു. പിന്നെ ഞാൻ ചെന്ന് ക്ഷമ പറയണം, എന്നാലേ വരൂ. വന്നാലോ? സൂസന്നയുടെ മുഖത്ത് മധുര നൊമ്പരങ്ങളുടെ ഒരു കുളിർക്കാറ്റ്. പിന്നത്തെ സ്നേഹം, എന്നെ അപ്പാടെ വിഴുങ്ങുന്ന സ്നേഹമായിരുന്നു എന്നും. എന്താ ചെയ്യുക, അത് അങ്ങോളം അനുഭവിക്കാൻ യോഗമില്ലാതായി പോയി. എന്റെ ഭാഗ്യക്കേട്. സൂസന്നയുടെ കണ്ണുകളൊന്ന് നനവാർന്നു. മധു വല്ലാതായി. സൂസന്ന പെട്ടെന്ന് മുഖം തുടച്ചിട്ട് കയ്യിലിരുന്ന നോട്ടുകളിൽ നിന്ന് ഒന്ന് വലിച്ചെടുത്ത് മധുവിന് നീട്ടി. ദേ, ആ ഓട്ടോറിക്ഷ പറഞ്ഞു വിട് സാർ ആദ്യം. അല്ല, അത്. മധു ഒന്ന് മടിച്ചു. സാർ, ഞാൻ പറഞ്ഞത് കേൾക്കൂ സാർ. സൂസന്ന പുഞ്ചിരിച്ചു. ഓട്ടോ ചാർജ് 10 or 25 രൂപയായിട്ടുണ്ടാവും. ഇത്ര രാവിലെ 100 രൂപ കൊടുത്താൽ ശരി. സൂസന്ന അകത്തേക്ക് വീണ്ടും പോയി തന്റെ ബാഗുമായി വന്നു. അതിൽ നിന്ന് 25 രൂപ എടുത്ത് മധുവിന്റെ കയ്യിൽ കൊടുത്തു. മധു ആ പണം കൊടുത്ത് ഓട്ടോ ഡ്രൈവറെ പറഞ്ഞു വിട്ടു. തിരികെ വരുമ്പോൾ ആവി പറക്കുന്ന ചായയുമായി സൂസന്ന ഹൃദ്യമായ പുഞ്ചിരിയോടെ മുമ്പിൽ. ഇതാ സാർ, കുടിക്കൂ. രാവിലെ സാർ ചായ പോലും കുടിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. മധു ചിരിച്ചു. എന്നിട്ട് ചായ വാങ്ങി. ചൂട് ചായ മെല്ലെ സിപ്പ് ചെയ്യുമ്പോൾ മധു സൂസന്നയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. എത്ര പ്രസന്നമായ മുഖം! ഇത്ര രാവിലെ കണ്ടിട്ടും മുഖം എത്ര വൃത്തിയായും ഭംഗിയായി സൂക്ഷിച്ചിരിക്കുന്നു. ധരിച്ചിരിക്കുന്ന ഹൗസ് കോട്ടോ കഴുകി മടക്കി അയൺ ചെയ്ത് വെച്ചിരുന്നിട്ട് ഇപ്പോൾ എടുത്ത് ധരിച്ചതുപോലെ. അരികിൽ നിൽക്കുമ്പോൾ സിലകടെ തൊട്ട് തലോടുന്ന ഒരു ഹൃദ്യമായ പരിമളം. സ്ത്രീകൾ ഇങ്ങനെ വേണം, രാവിലെയും വൈകുന്നേരവും. മധു പെട്ടെന്ന് ഭാമയുടെ മുഖം ഓർത്തു. ഉടൻ തന്നെ മനസ്സ് കയക്കുകയും ചെയ്തു. എന്താ സാർ, ചായ നന്നായോ?
സൂസന ചോദിച്ചു. നന്നായിരിക്കുന്നു. ഏലക്കയുടെ ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. പാകത്തിന് മധുരം. റോയ് ചായനും ഏലക്കയുടെ ടേസ്റ്റ് വളരെ ഇഷ്ടമായിരുന്നു, സൂസന്ന പറഞ്ഞു. സൂസന്നയുടെ മോൻ എവിടെ? ട്യൂഷന് പോയി. ഇപ്പോൾ വരും. വന്നാൽ പിന്നെ സ്കൂളിൽ പോകാനുള്ള തിരക്കാണ്. നന്നായി പഠിക്കൂ. പഠിക്കാൻ മിടുക്കനാണ്. ഓഹോ. ചായ കുടിച്ചിട്ട് കപ്പ് തിരികെ നൽകിക്കൊണ്ട് മധു ചോദിച്ചു. അമ്മ? അകത്തുണ്ട്. ഉണർന്നില്ല. പക്കമാകുമ്പോഴാണ് അമ്മയ്ക്ക് പ്രശ്നം. അത് ശരി. സൂസന്നയുടെ അമ്മയ്ക്ക് ആസ്മയാണ്. മിക്കപ്പോഴും അവരെയും കൊണ്ട് സൂസന്ന ഹോസ്പിറ്റലിലായിരിക്കും. മമ്മി. പെട്ടെന്ന് സൂസന്നയുടെ മകൻ അകത്തേക്ക് വന്നു. അബി. ഇതാരാണ് മമ്മി? അബി മധുവിനെ നോക്കി. മമ്മിയുടെ ഓഫീസിൽ തന്നെ ആണ് മോനെ. സൂസന്നന്റെ മകനെ തലോടി. ഇന്ന് ട്യൂഷൻ ക്ലാസ്സിൽ എക്സാം ഉണ്ടായിരുന്നോ? എല്ലാം ശരിക്കും ചെയ്തോ? ഒരെണ്ണം തെറ്റി. അബിക്ക് തെല്ല് വിഷമം. കണ്ടോ, മമ്മി എല്ലാം ചോദിച്ചു വിട്ടതല്ലേ, എന്നിട്ടും തെറ്റിച്ചോ? സ്നേഹപൂർവ്വമുള്ള ശാസന. അബിക്ക് ചമ്മലായി. പത്രം എടുത്ത് മധുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് സൂസന്ന പറഞ്ഞു. സാറിരിക്കൂ. ഒരു 15 മിനിറ്റ്. മോനെ ഒരുക്കി ബസ്സിൽ കയറ്റി വിട്ടിട്ട് ഞാനിതാ വരുന്നു. മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ സൂസന്ന ഓടിക്കഴിഞ്ഞു. സൂസന്നയുടെ ഭർത്താവ് റോയിയുടേതാണ് ഈ വീട്. റോയിയുടെ അനിയനും അപ്പനും അമ്മയും ഒക്കെ തറവാട്ടിലാണ്. റോയിയുടെ മരണത്തോടെ സൂസന്നയും അബിയും ഒറ്റയ്ക്കായപ്പോൾ കൂട്ടിനെത്തിയതാണ് സൂസന്നയുടെ അപ്പനും അമ്മച്ചിയും. അപ്പൻ പോയതോടെ രോഗിയായ അമ്മച്ചി മാത്രമാണ് കൂട്ട്. അകത്ത് മകനെ സ്കൂളിലേക്ക് വിടാനുള്ള സൂസന്നയുടെ തിരക്കിന്റെ ശബ്ദശകലങ്ങൾ കേൾക്കാം. എന്താ? പെട്ടെന്ന് ശബ്ദം കേട്ടു. സൂസന്നയുടെ അമ്മച്ചി അച്ചാമ്മയാണ്. മധു മുഖമുയർത്തി. അവർ ഉണർന്ന് മുഖവും കഴുകി വരുന്ന പാടെയാണെന്ന് തോന്നി. സൂസന്നയെ കാണാൻ മധു പറഞ്ഞു. ആണോ? എന്നാൽ ഞാൻ അവളെ പറഞ്ഞു വിടാം. അച്ചാമ്മ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നീങ്ങി. പക്കമാകാത്തത് കൊണ്ട് അവരിപ്പോൾ ഇത്തിരി ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ്. 15 മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിലും അരമണിക്കൂറോളം കഴിഞ്ഞു സൂസന്ന തിരികെ വരാൻ. ആഹാരം കഴിക്കില്ല സാർ. നിർബന്ധിക്കണം, അല്ലെങ്കിൽ ഉരുട്ടി കൊടുക്കണം. റോയിച്ചായൻ അവനെ ജീവനായിരുന്നു. താഴെ വെക്കില്ലായിരുന്നു. റോയിച്ചായൻ ഇല്ലല്ലോ എന്ന് കരുതി ഞാൻ ഇത്തിരി അധികം ലാളിച്ചു. അതാണ് അവന് തരവായെ, സൂസന്ന പറഞ്ഞു. ഭിത്തിയിൽ മാലയിട്ട് വെച്ചിരിക്കുന്ന ഫോട്ടോയിലേക്ക് മധു ഒന്ന് നോക്കി. സൂസന്നയുടെ ഭംഗിക്കും സൗന്ദര്യത്തിനും അത്ര പോരാ എന്ന് തോന്നിയ അയാളുടെ മുഖം. മോൻ എന്നും ബസ്സിൽ പോവുകയാണോ പതിവ്? അതെ. അവൻ പോയി വന്നോളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് കയറിയാൽ സ്കൂളല്ലേ. സ്കൂളും വഴിയരികൾ തന്നെ. പിന്നൊരാൺകുട്ടിയല്ലേ ദൈവം സഹായിച്ച് എനിക്ക് തന്നത്. തന്നെ പോകാനും വരാനും പേടിക്കണ്ടല്ലോ. ആ, സാറിന് 2 പെൺകുട്ടികളാ അല്ലേ? മധുവിന്റെ മുഖം ഒന്ന് മങ്ങി. സാറിന് ഓഫീസിൽ പോകണ്ടേ? ആ. എങ്കിൽ ദാ ആ കോറിഡോറിനപ്പുറത്താണ് കുളിമുറി. പല്ല് തേക്കാൻ ബ്രഷ് ഇല്ലല്ലോ അല്ലേ? പൽപ്പൊടിയുണ്ട്. പോരെങ്കിൽ ഉമിക്കരിയും അവിടെ തന്നെ ഉണ്ട്. കുളിച്ചു വന്നോളൂ. അത് പിന്നെ മടിക്കണ്ട സാർ. ഇത് സ്വന്തം വീട് പോലെ കരുതാ സാറിന്. സൂസന പുഞ്ചിരിച്ചു. ലോഡ്ജിൽ തങ്ങുന്ന വാടക ലാഭിക്കാമല്ലോ. ശരി. മധു സൂസന്നയുടെ വിരൽത്തുമ്പ് നീണ്ട വഴിയെ നീങ്ങി. പൽപ്പൊടിക്ക് പകരം ഉമിക്കിരി തന്നെ ഉപയോഗിച്ച് പല്ല് തേച്ചു കുളിച്ചു. കയ്യിൽ തന്നെ ധരിച്ച് പുറത്തിറങ്ങിയപ്പോൾ സൂസന്ന ഒരു ജോഡി പാൻസും ഷർട്ടുമായി മുമ്പിൽ നിൽക്കുന്നു. റോയിച്ചായന്റേതാണ്. ഏതാണ്ട് സാറിന്റെ വലിപ്പം തന്നെയായിരുന്നു. പാകമാകെന്ന് തോന്നുന്നു. സാർ ധരിച്ചു നോക്കൂ. അയ്യോ, ഇത് സൂസന്നയുടെ ഹസ്ബൻഡിൻ്റെതായിരുന്നില്ലേ? മധു ഒന്നും അടിച്ചു. അതിനെന്താണ് സാർ, ഒരു ഷെൽഫ് നിറയുണ്ട്. ഇപ്പോൾ ആർക്കുണ്ട് അതുകൊണ്ടൊരു പ്രയോജനം? അതിലൊരെണ്ണം അത്യാവശ്യ സമയത്ത് സാറിന് ഉപകാരപ്പെടുന്നുവെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. മധു എന്നിട്ടും മടിച്ചു. ഭർത്താവ് ജീവനോടെ ഇല്ല എന്ന് കരുതി കണ്ണീര് പൊലിപ്പിച്ച് സെന്റിമെന്റ്സ് പറഞ്ഞു മുറിക്കുള്ളിൽ കഴിയുന്ന ഒരു തരമല്ല ഞാൻ. പോയ ആളിനെ ഈ ജന്മം മടക്കി കിട്ടില്ല എന്ന ഉൾബോധത്തോടെ തന്നെയാണ് എന്റെ ജീവിതവും, സൂസന പറഞ്ഞു. ഭർത്താവ് മരിച്ച ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സ്ത്രീക്ക് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് സാർ. അതെന്താ? അതൊന്നും സാർ അറിയണ്ട. പറഞ്ഞാൽ മനസ്സിലായി എന്ന് വരില്ല. നെടുവീർപ്പോടെ സൂസൻ ആ ഡ്രസ്സ് മധുവിനെ ഏൽപ്പിച്ചു. എന്നിട്ട് അയാൾക്കായി ഡൈനിങ് ടേബിളിൽ അപ്പവും മുട്ടക്കറിയും വിളമ്പി. സൂസന്നയും അതിനോടകം ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. ഡ്രസ്സ് ധരിച്ചു വരുമ്പോൾ സൂസന്ന മധുവിനെ അടിമുടിയൊന്ന് നോക്കി. എത്ര പാകം, റോയിച്ചായന്റെ അതേ സൈസ്, സൂസന്ന പറഞ്ഞു. ഇരിക്കു സാർ, ആഹാരം കഴിക്കാം. മധു ഇരുന്നു. അമ്മ എവിടെ? അമ്മച്ചിക്ക് താമസമുണ്ട്, നമുക്ക് കഴിക്കാം. ഇരുവരും ആഹാരം കഴിച്ചു. പതിവിലേറെ കഴിച്ചെന്ന് തോന്നി മധുവിന്. നല്ല സ്വാദ്. സൂസന്നെ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു പ്രത്യേകതയുണ്ടെന്ന് മധുവിന് ആദ്യമായി തോന്നി. ആ സ്ത്രീയുടെ കൂടെ ജീവിച്ച
റോയി എന്ന മനുഷ്യൻ എത്ര ഭാഗ്യവാൻ. ഇവരെ ഇവിടെ വിട്ടു പോകേണ്ടി വന്നതിൽ ആ ആത്മാവ് പോലും തപിക്കുന്നുണ്ടാവും. കാപ്പി കഴിഞ്ഞപ്പോൾ സൂസൻ ഒരു പൊതിച്ചോറ് മധുവിന്റെ കയ്യിൽ കൊടുത്തു. ടിഫിൻ, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കണ്ടേ? ഒന്നും ആവശ്യപ്പെടണ്ട, എല്ലാം അറിഞ്ഞു ചെയ്യുന്നു. ഒന്നും നിരസിക്കാനും വയ്യാത്ത വല്ലാത്തൊരാകർഷണം. സൂസന് രാവിലെ എടുത്ത 10 100-ന്റെ നോട്ടുകളും മധുവിന് നൽകി. ചോദിച്ച പണം ഇതാ, 1-ാം തീയതി തന്നാ മതി. മധു പുഞ്ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, സൂസൻ ഇറങ്ങുന്നില്ലേ? എനിക്ക് അല്പം കൂടി താമസമുണ്ട് സാർ, ഞാൻ വന്നേക്കാം, സാർ പൊയ്ക്കോളൂ. ശരി. മധു ഇറങ്ങി നടന്നു. നടക്കും തോറും അയാൾക്ക് തോന്നി പിന്നിൽ നിന്ന് ആരോ നിൽക്ക് നിൽക്ക് എന്ന് പറയുന്നുണ്ടെന്ന്. കാന്തത്തിന്റെ ഒരു ശക്തി പിന്നോട്ട് വലിക്കുന്നുമുണ്ട്. സൂസനയ്ക്ക് ഒരു സെക്ഷൽ അപ്രോച്ച് ആണെന്നാണ് മണികണ്ഠൻ പറയുന്നത്. പക്ഷെ അല്ല, മധുവിന് അങ്ങനെയല്ല തോന്നിയത്. ചുറ്റോട് ചുറ്റും പൂക്കളുടെ സൗരഭ്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു നന്ദനോദ്യാനമാണെന്നാണ്. അടുക്കള പണി ചെയ്തത് ജ്യോതിയാണ്. അവൾ കോളേജിൽ പോയില്ല. ഭാമയെ അമ്മയുടെ അടുത്താക്കി പോകാൻ ജ്യോതി വല്ലാതെ ഭയന്നു. അമ്മയെ പറ്റിച്ച് ഭാമയേട്ടത്തി വീണ്ടും കുഞ്ഞുങ്ങളുടെ കൂട്ടി വല്ല സാഹസത്തിനും ചെയ്തു പോയാലോ? ഭാമ ഉറങ്ങുകയാണ്. ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. നല്ലവണ്ണം ഉറങ്ങട്ടെ, ക്ഷീണം പോകട്ടെ. വിളിച്ചുണർത്തി ആഹാരം കൊടുക്കാം. 10-11 മണിയായി. ജ്യോതി വീണ്ടും ഭാമയുടെ അടുത്തെത്തുമ്പോൾ നീനു ഉണർന്ന് വല്ലാതെ കരച്ചിലായിരിക്കുന്നു. അനു ഉണർന്നപ്പോൾ ചോറും പലഹാരവും ഒക്കെ അവൾക്ക് കൊടുത്ത് ജ്യോതി സമാധാനിപ്പിച്ചിരുന്നു. പക്ഷേ നീനു കരഞ്ഞാൽ ജ്യോതി എന്ത് ചെയ്യാനാണ്? നീ അവളെ വിളിച്ചുണർത്ത പെണ്ണെ, കാർത്തി പറഞ്ഞു. ആ കൊച്ചു കിടന്ന് കാർന്നത് കേട്ടില്ലേ? ഉറങ്ങിയത് മതി. ജ്യോതി ഭാമയെ മെല്ലെ പിടിച്ചു കുലുക്കി. ഭാമേട്ടത്തി എഴുന്നേൽക്ക്, കുഞ്ഞു കരയുന്നു. കുഞ്ഞൊന്ന് ചിണിങ്ങിയാൽ ഉണരുന്നതാണ് ഭാമ. പക്ഷേ നീനു കാറി കരഞ്ഞിട്ടും ഭാമ ഉണരാതിരുന്നതിന്റെ കാരണം ഭാമയെ തൊട്ടപ്പോഴാണ് ജ്യോതിക്ക് പിടികിട്ടിയത്. തീ പോലെ പൊള്ളുന്ന പനി. പനിയുടെ ആധിക്യം കൊണ്ട് ബോധം കെട്ടിരിക്കുന്ന ഭാമ. അയ്യോ അമ്മേ! ജ്യോതി നിലവിളിച്ചു. എന്താടി എന്താടി? കാർത്തി ഓടി വന്നു. ഭാമേട്ടത്തി. ജ്യോതി ഭാമയെ ചൂണ്ടിക്കാട്ടി. അയ്യോ എന്നാടി? കാർത്തിക്ക് ഭീതിയായി. ഭാമേട്ടത്തി ബോധം കെട്ട് കിടക്കുന്നു. ഹോ! കാർത്തി ജ്യോതിയുടെ ചുമലിൽ ആഞ്ഞൊരടി കൊടുത്തു. മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ ഈ അസത്ത്. ഞാൻ കരുതിയല്ലോ ചത്തു കിടക്കുവാന്നു. ചത്തിട്ടൊന്നുമില്ല. ജ്യോതി മുഖം വീർപ്പിച്ചു. അമ്മ കുഞ്ഞിനെ പിടിക്ക്. ജ്യോതി കരയുന്ന നീനുവിനെ കാർത്തിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ടവൾ അടുക്കളയിലേക്ക് പാഞ്ഞു ചെന്നു കുറച്ച് വെള്ളവുമായി വന്ന് ഭാമയുടെ മുഖത്ത് കുടഞ്ഞു. ഭാമയ്ക്ക് അനക്കമില്ല. വെള്ളം മുഖത്ത് വീണതായ ഒരു ഞെട്ടൽ പോലുമില്ല. ജ്യോതി ഭാമയെ പിടിച്ചു കുലുക്കുകയും വിളിക്കുകയും ചെയ്തു, വീണ്ടും വീണ്ടും. പക്ഷേ ഭാമ അനങ്ങിയില്ല. ജ്യോതിയുടെ നെഞ്ചിൽ ഭീതി ചേക്കേറി. ക്രമേണ കാർത്തിയുടെ നെഞ്ചിലും. അമ്മേ, എന്താ അമ്മ ചെയ്യാ? ഭീതിയോടെ ജ്യോതി കാർത്തിയെ നോക്കി. ആ അന്തം വിട്ട മട്ടിൽ കാർത്തി കൈമലർത്തി. അമ്മേ, ഭാമേട്ടത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഒരു ഓട്ടോറിക്ഷയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. ജ്യോതി ഓടി. എടി നിക്കേ! കാർത്തി ജ്യോതിക്ക് പിന്നാലെ ചെന്നു. ഈ കുഞ്ഞു കിടന്ന് കാർന്നത് കേട്ടില്ലേ? അതിന് വിശന്നിട്ടാടി. എന്താ അമ്മേ ചെയ്യുക? ഭാമേട്ടത്തി ഇങ്ങനെ കിടക്കുവല്ലേ എന്ന് പറഞ്ഞാൽ കൊച്ചിന്റെ വയറ് നിറയുവോ? ഞാൻ പിന്നെ എന്താ ചെയ്യാ? അനുവിന്റെ പാൽക്കുപ്പി അവിടെ എവിടെയാന്ന് നീ തപ്പിയൊന്ന് നോക്കിക്കേ. ഭാമ നീനുവിന് ഗർഭിണിയായതോടെ അനുവിന്റെ മുല കൂടി പെട്ടെന്ന് നിർത്തേണ്ടി വന്നു. അതുകൊണ്ട് അവൾക്ക് കുറച്ചുനാൾ കൊടുത്തിരുന്നത് കുപ്പിപ്പാലാണ്. അവളിപ്പോൾ ഗ്ലാസ്സിൽ കുടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജ്യോതി അടുക്കളയിലേക്ക് ഓടി. അലമാരിയുടെ മൂലയിൽ നിന്ന് കുപ്പി കണ്ടെടുത്തു. ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കുപ്പിയിട്ട് തിളപ്പിച്ചു. കുപ്പിയിൽ പാലെടുത്തു. അതുമായി ചെല്ലുമ്പോൾ അനുവും കരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമ്മ കുഞ്ഞിന് പാല് കൊടുക്ക്. ജ്യോതി കുപ്പി കാർത്തിയുടെ കയ്യിൽ കൊടുത്തു. നിപ്പിൾ വായിലെത്തിയതോടെ കരച്ചിൽ നിർത്തി നീനു പാല് കുടിക്കാൻ തുടങ്ങി. ബോധമറ്റ് കിടക്കുന്ന ഭാമയുടെ അടുത്തിരുന്ന് അവളെ ഉണർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടാണ് അനുവിന്റെ കാറ് കരച്ചിൽ. ജ്യോതി ഒരു നിമിഷം ആ കാഴ്ച കണ്ടു നിന്നു. അടുത്ത നിമിഷം അനുവിനെ കോരി ചുമലിലേക്ക് എടുത്തിട്ടു. എന്നിട്ട് അവളെയും കൊണ്ട് പുറത്തേക്കോടി ഒരു വണ്ടി പിടിക്കാൻ വേണ്ടി. കരയുന്ന അനുവിനെ ചുമലിലെടുത്ത് അവളുടെ കരച്ചിലടക്കാൻ പാടുപെട്ടുകൊണ്ട് മുമ്പോട്ട് ഓടുകയാണ് ജ്യോതി. കവല വരെ എത്തിയാൽ അവിടെയുണ്ട് ഓട്ടോറിക്ഷ. പക്ഷേ അത്യാസന്ന നിലയിൽ ജ്വരം ബാധിച്ചതുപോലെ തളർന്ന് ബോധം കെട്ട് കിടക്കുന്ന ഭാമേട്ടത്തിയെ എങ്ങനാണ് ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോവുക? അതിന് ടാക്സി തന്നെ വേണ്ടേ? മധുവേട്ടൻ ആ റെയിൽവേ ട്രാക്കിൽ നിന്ന് പോയതാണ്. ഇതേവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല. എവിടെ പോയി? ഓഫീസിൽ പോകാൻ ന്യായമില്ല. കാരണം ഓഫീസിൽ പോകാൻ പറ്റിയ വേഷത്തിലായിരുന്നില്ല പോയത്. ജ്യോതി ആകെ വിഷമിച്ചു.
മധുവേട്ടനില്ലാതെ താൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്? ഓഫീസിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? അവിടെ ഏതെങ്കിലും തരത്തിൽ വന്നിട്ടുണ്ടെങ്കിലോ? ജ്യോതിക്ക് തോന്നി ഒന്ന് വിളിക്കണമെന്ന്. കവലയിലെത്തിയ ജ്യോതി മധുവിന്റെ ഓഫീസിലേക്ക് വിളിച്ചു. വില്ലേജ് ഓഫീസർ രഘുനന്ദനാണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. മധുവോ? നോക്കട്ടെ, ഹോൾഡ് ചെയ്യൂ. രഘുനന്ദനൻ മണികണ്ഠനോട് പറഞ്ഞു. ആ മധുവിന് ഫോൺ ഉണ്ടെന്ന് പറയൂ. മണികണ്ഠൻ സെക്ഷനിലെത്തി. മധു സാറിന് ഫോണുണ്ട്. സ്ഥലം പോക്കുവരവിന്റെ ഫയൽ നോക്കുകയായിരുന്നു അയാൾ. എവിടുന്നാ? മധു ചോദിച്ചു. അത് പറഞ്ഞില്ല. വീട്ടിൽ നിന്നായിരിക്കും. ഞാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞേക്ക്. അതെന്താ സാറേ? മണികണ്ഠൻ അമ്പരുന്നു. ഞാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ വന്നിട്ടില്ല. മണികണ്ഠൻ അത് പറഞ്ഞാൽ മതി. മധുവിന് ദേഷ്യം വന്നു. പറഞ്ഞേക്കാം. മണികണ്ഠൻ മധുവിനെ ആകെ ഒന്ന് നോക്കി. ഇന്നും മധു സാർ ആകെ ഒന്ന് ചെത്തി മെനിങ്ങിയിട്ടുണ്ടല്ലോ. ഈ ഡ്രസ്സ് നന്നായി ചേരും. ആരുടേതായാലും സെലക്ഷൻ ഉഗ്രൻ. വൈഫാ സെലക്ട് ചെയ്ത് തന്നത്? ആ ആ. മധു തലയാട്ടി. മധു തൊട്ടപ്പുറത്തെ ടേബിളിലേക്ക് ഒന്ന് നോക്കി. ഊറിയ ചിരിയോടെ ഇരിക്കുന്ന സൂസന്ന മുഖം കുനിക്കുന്നു. മറ്റാരും ശ്രദ്ധിക്കാത്ത വിധത്തിൽ സൂസന്ന മധുവിനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. മണികണ്ഠൻ തിരിച്ചു ചെന്ന് രഘുനന്ദനോട് പറഞ്ഞു. മധു സാർ വന്നിട്ടില്ല. വന്നിട്ടില്ലേ? തെല്ലമ്പരപ്പിൽ രഘുനന്ദൻ മണികണ്ഠനെ നോക്കിയിട്ട് ഫോണിലൂടെ പറഞ്ഞു. അയാൾ ഓഫീസിലില്ല. റിസീവർ വെച്ചിട്ട് രഘുനന്ദൻ മണികണ്ഠനെ നോക്കി. മധുവിനെ ഞാൻ മുമ്പേ കണ്ടതാണല്ലോ. അയാൾ എവിടെ പോയി? എങ്ങും പോയിട്ടില്ല സാർ, സെക്ഷനിൽ തന്നെയുണ്ട്. എന്നിട്ടെന്താ അയാൾ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നത്? വീട്ടിൽ നിന്ന് ആരോ ആയിരുന്നു വിളിച്ചതെന്ന് തോന്നുന്നു. ആ സാറിന്റെ കാര്യം അങ്ങനെ, ചെലപ്പോ വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്ന രീതിയാ. ഒരു വല്ലാത്ത സ്വഭാവക്കാരൻ. മണികണ്ഠൻ പറഞ്ഞു. രഘുനന്ദനൻ മറുപടി പറഞ്ഞില്ല. അപ്പോൾ മധുവേട്ടൻ ഓഫീസിൽ ചെന്നിട്ടില്ല. ജോലി പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. കവലയിലേക്ക് നീങ്ങി. ആദ്യം കിടന്ന് ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നു. ഓട്ടോ ഡ്രൈവർ കാർത്തികേയനോട് കാര്യം പറഞ്ഞു. കാർത്തികേയൻ ഓട്ടോറിക്ഷ ചെറിയിടത്തേക്ക് വിട്ടു. ഓട്ടോറിക്ഷയിൽ നിന്നിറങ്ങി ജ്യോതി അനുവിനെയും കൊണ്ട് വീടിനുള്ളിലേക്ക് കയറി. ഭാമ അതേപടി തന്നെ കിടക്കുകയാണ്. ചിണുങ്ങുന്ന അനുവിനെ ജ്യോതി താഴെ നിർത്തി. അതോടെ ആ കുഞ്ഞ് ഉറക്ക കരച്ചിലായി. വെളുപ്പിനെ മുതൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അതിൻ്റെതായ ഗൗരവത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിലും അനുവിന് എന്തൊക്കെയോ അപാകത തോന്നി. അതുകൊണ്ടാണവൾ നിർത്താതെ കരയുന്നത്. പാല് കുടിച്ചതുകൊണ്ട് കട്ടിലിൽ കിടന്ന് കളിക്കുകയാണ് നീനു. ജ്യോതി ഭാമയെ പൊക്കിയെടുക്കാൻ ശ്രമിച്ചു. അവൾ തനിയെ ശ്രമിച്ചിട്ട് ഒരു രക്ഷയില്ല. കാർത്തിക് കൂടി ജ്യോതിയെ സഹായിച്ചു. ഭാമയെ ഓട്ടോറിക്ഷയിൽ ചാരിയിരുത്തി. ജ്യോതി അകത്ത് വന്ന് മധുവിന്റെ മുറിയിൽ കയറി ആകെയൊന്ന് തപ്പി. ഒരു ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് 350 രൂപ കിട്ടി. തൽക്കാലം ഇതിരിക്കട്ടെ. ജ്യോതി ആ പണം എടുത്തു. ഇതെങ്കിലും ഇല്ലാതെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന എങ്ങനാ? ജ്യോതി തിരികെ വന്നു. നീ തന്നെ പോയാൽ എങ്ങനെയാ പെണ്ണേ? കാർത്തി ചോദിച്ചു. അല്ലാതെ പിന്നെ ആരാ ഇവിടെ എന്റെ കൂടെ വരാനുള്ളത്? മധുവേട്ടന്റെ ഓഫീസിലേക്ക് വിളിച്ചു. ആൾ അവിടെ ഇല്ല. എങ്ങോട്ടാണ് രാവിലെ പോയെന്ന് ദൈവത്തിനെ അറിയൂ. ജ്യോതി പറഞ്ഞു. മധുവേട്ടൻ വരുന്നത് വരെ ഏട്ടത്തി ഇത്തരത്തിൽ ഇവിടെ കിടത്താൽ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ? അത് കേട്ടപ്പോൾ കാർത്തിയുടെ മുഖത്തും ഭീതിയായി. ഞാനിവിടെ വന്നാലോടി? അവർ ചോദിച്ചു. ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മ വന്നാൽ എങ്ങനെയാ? ജ്യോതി ചോദ്യം തിരിച്ചു. ശരിയാണ്. 3 മാസം പ്രായമായ നീനുവിനെയും 2 വയസ്സായ അനുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ അല്ലെങ്കിൽ തന്നെ കാർത്തി എന്ത് ചെയ്യാനാണ്? ജ്യോതി ഓട്ടോറിക്ഷയിലേക്ക് കയറി. തളർന്നു ചാരിക്കിടക്കുന്ന ഭാമയെ താങ്ങി തോളോട് ചേർത്തിരുത്തി. അമ്മയും ആന്റിയും പോകുന്നു എന്ന് കണ്ടതോടെ അനു അലറിക്കരച്ചിലായി. കാർത്തി പിടിച്ചിട്ടും കുതറിയിട്ട് കാറിക്കൊണ്ട് അനു ഓട്ടോറിക്ഷയ്ക്ക് അരികിലേക്ക് വന്നു. അനുവിന്റെ കാറിക്കരച്ചിൽ കേട്ടതോടെ നീനുവും കരച്ചിലായി. ജ്യോതിക്ക് മനസ്സിലായി 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് അമ്മ ഇവിടെ നിന്നാലും ആകെ വരെയും പ്രശ്നമാകും. ജ്യോതി ഒരു കൈയിൽ അനുവിനെയും കോരിയെടുത്തു. ഓട്ടോറിക്ഷ നീങ്ങി. ഏത് ഹോസ്പിറ്റലിൽ പോകണം? ജ്യോതിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നില്ല. എങ്കിലും സാമാന്യം എല്ലാ രോഗങ്ങൾക്കും ചികിത്സ കിട്ടുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ മുറ്റത്ത് ഓട്ടോറിക്ഷ നിന്നു. അരുണ ഹോസ്പിറ്റൽ. ഒരു കൈയിൽ അനു. അടുത്ത കൈകൊണ്ട് ഓട്ടോറിക്ഷയിൽ നിന്ന് വീണു പോകാതിരിക്കാൻ ഭാമയെ ചേർത്ത് പിടിച്ചിരുന്നു. ഓട്ടോറിക്ഷ നിന്നിട്ടും ഏതാണ്ട് അനങ്ങാൻ വയ്യാത്ത മട്ടിൽ തന്നെ ജ്യോതി ഇരുന്നു. അവളുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കിയതുപോലെ കാർത്തികേയൻ ഇറങ്ങി OP കൗണ്ടറിലേക്ക് ചെന്ന് അയാൾ വിവരം പറഞ്ഞു. 2 അറ്റൻഡർമാർ ഒരു സ്ട്രക്ചറുമായി വന്നു. ഭാമയെ അതിലെടുത്തു കിടത്തി. അനുവിനെയും കൊണ്ട് ജ്യോതി ഇറങ്ങി. ഭാമയെ പരിശോധനയ്ക്ക് ട്രീറ്റ്മെന്റിനു വേണ്ടി അകത്തേക്ക് കയറ്റി. കയ്യിലിരുന്ന പണത്തിൽ നിന്ന് ഓട്ടോറിക്ഷ കൂലി നൽകി ജ്യോതി കാർത്തികേയനെ വിട്ടു. എന്നിട്ട് ഹോസ്പിറ്റലിനുള്ളിലേക്ക് ചെന്നു. ആന്റി, അമ്മ. ഭാമയെ കൊണ്ടുപോയ വഴിയെ
കുഞ്ഞു വിരൽ ചൂണ്ടിക്കൊണ്ട് അനു കരച്ചിലായി. കരയല്ലേ കുട്ടാ, അമ്മയ്ക്ക് ഉവാവ്, ഇപ്പൊ വരും കേട്ടോ. ജ്യോതി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീനിൽ നിന്ന് അവൾക്ക് ദോശ വാങ്ങി മുറിച്ച് വായിൽ വെച്ചു കൊടുത്തു. അതോടെ അനു ഒന്നടങ്ങി. ഭാമയുടെ കൂടെ ഉള്ളതാരാണ്? ഒരു സിസ്റ്റർ വാതുക്കലെത്തി. ജ്യോതി സിസ്റ്ററിന്റെ അടുത്തേക്ക് ചെന്നു. എന്താ സിസ്റ്റർ, ഏട്ടത്തിക്ക് ബോധം വീണോ? നിങ്ങളുടെ ആരാണവർ? ചേച്ചിയാ? അതെ, ജ്യോതി പറഞ്ഞു. ബോധം വീണിട്ടില്ല ചേച്ചിക്ക്, അഡ്മിറ്റ് ചെയ്യാനാണ് ഡോക്ടർ കുറിച്ചത്. അയ്യോ സിസ്റ്റർ, ജ്യോതി വിഷമിച്ചു പോയി. ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പിലല്ല സിസ്റ്റർ വന്നത്. അത് സാരമില്ല, തയ്യാറെടുപ്പ് ഇനിയും ആകാലോ. സിസ്റ്റർ മരുന്ന് തന്നു വിട്ടാൽ. ജ്യോതി ആകെ പരിഭ്രമത്തിലായി. ബോധം കെട്ടുകിടക്കുന്ന ആ സ്ത്രീക്ക് നിങ്ങൾ എങ്ങനെ മരുന്ന് കൊടുക്കും? സിസ്റ്റർ ഗൗരവത്തിലായി. ഹൈ ടെമ്പറേച്ചർ ആണ് അവർക്ക്. വല്ലാതെ ഷോക്ക്ഡായി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ട്രിപ്പ് ഇടണം, 3 നേരവും ഇഞ്ചക്ഷൻ ഉണ്ട്. ഇവിടെ കിടക്കാതെ ഇത് വല്ലതും പറ്റുമോ? താൻ കൊണ്ടുപോയാൽ എന്ത് ചെയ്യാനാണ്? നിസ്സഹായതയോടെ ജ്യോതി ഓർത്തു. റൂം നമ്പർ 218 മാറ്റുകയാണ് പേഷ്യന്റിനെ. ശരി, ജ്യോതി സമ്മതിച്ചു. ഈ കുട്ടി പേഷ്യന്റിന്റെ ആണോ? അതെ. കൂടെ മറ്റാരും വന്നിട്ടില്ലേ? ഇല്ല. ഹൈ ടെമ്പറേച്ചറുള്ള പേഷ്യന്റ് കിടക്കുന്ന റൂമിൽ ഈ കുട്ടിയെ കൊണ്ട് നിൽക്കാൻ പാടില്ല, ഡോക്ടർ സമ്മതിക്കില്ല. ജ്യോതി വെട്ടിലായി. അനുവിനെ റൂമിൽ നിർത്താൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞാൽ എന്ത് ചെയ്യും? ജ്യോതി താഴെ റിസപ്ഷനിൽ വന്ന് വീണ്ടും വില്ലേജ് ഓഫീസിലേക്ക് വിളിച്ചു. ഓഫീസിൽ എത്തിയിട്ടില്ലെന്നായിരുന്നു അപ്പോഴും മറുപടി. ഭാമയെ റൂമിലേക്ക് മാറ്റി. ട്രിപ്പ് നീഡിൽ ഇടത് കൈയുടെ ഞരമ്പിൽ കയറ്റി ടേപ്പ് കൊണ്ട് ഒട്ടിച്ചു വെച്ചു. കൈ ഇളകാതെ നോക്കണം, സിസ്റ്റർ പറഞ്ഞു. ജ്യോതി സമ്മതിച്ചു. ഒരു കസേര വലിച്ചിട്ട് ജ്യോതി ഇരുന്നു. അനുവിനെ മടിയിലിരുത്തിക്കൊണ്ട് ജ്യോതി ഭാമയുടെ കൈ കൂടുതൽ അനങ്ങാതെ ശ്രദ്ധയോടെ ഇരുന്നു. വൈകുന്നേരം ഓഫീസ് വിട്ടിറങ്ങിയ മധു ഗേറ്റിങ്കൽ തന്നെ വെറുതെ നിന്നു. എങ്ങോട്ട് പോകണം? അതായിരുന്നു അയാളുടെ ആലോചന. വീട്ടിലേക്ക് പോയാലോ? ട്രെയിനിന്റെ അടിയിൽ തലവെക്കാൻ പോയവൾ 2 കുഞ്ഞുങ്ങളുമായി ഉമ്മർത്ത് തന്നെ കുത്തിയിരിക്കുന്നുണ്ടാവും. കരഞ്ഞും പിഴിഞ്ഞുമുള്ള ആ മുഖം മധുവിന് വല്ലാതെ കലിച്ചു. അമ്മയും ഇന്ന് ശകാരിക്കാനായി കാത്തിരിക്കുകയാവും. എല്ലാ കുറ്റവും തന്റെ തലയിൽ വെച്ചുകൊണ്ട്. ഒരു പെങ്ങളുള്ളതോ? അസത്ത്. വീർപ്പിച്ച മുഖമായിരിക്കും അവൾക്കും. എന്താ സാർ, പോയില്ലേ? ചോദ്യം കേട്ട് മധു തിരിഞ്ഞു നോക്കി. സൂസന്നെയാണ് നിറഞ്ഞ ചിരിയുമായി മുമ്പിൽ. ആ മിഴികൾക്ക് എന്തൊരു ഭംഗിയും തിളക്കവുമാണ്. ഇല്ല, പോയില്ല, മധു പറഞ്ഞു. എങ്ങോട്ട് പോകണമെന്ന് ആലോചിക്കുകയായിരുന്നു. സംശയം എന്താ? വീട്ടിലേക്ക്, സൂസന്നെ പറഞ്ഞു. ചെറിയ സൗന്ദര്യപ്പിണക്കം രാവിലെ ഉണ്ടായാലും വൈകുന്നേരം അത് തീരണം. ഐ മീൻ കിടക്കമുറിയിൽ എത്തുമ്പോഴേക്കും. സൂസന്നെ പുഞ്ചിരിച്ചു. ആ മിഴികൾ കൂടുതൽ തിളങ്ങി. ഞാൻ പോകട്ടെ സാർ, മോൻ വന്ന് എന്നെ കാത്തിരിക്കുകയാവും. അമ്മച്ചി ഉണ്ടെങ്കിലും ഞാൻ ചെന്നാലേ അവന് തൃപ്തിയാകും. സൂസന്ന നടന്നു കഴിഞ്ഞു. മധു ആ പോക്ക് നോക്കിയ പടി നിന്നു. എത്ര ഒതുക്കമുള്ള ശരീരം, ഭംഗിയായി മെടഞ്ഞിട്ട മുടി നിതംബത്തിൽ തട്ടി കിടക്കുന്നു. അല്പം നടന്നിട്ട് സൂസന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി, വെറുതെ എന്നോണം. മധു കള്ളം കണ്ടുപിടിച്ച മട്ടിൽ മിഴികൾ പിൻവലിച്ചു. താൻ അവളുടെ ശരീരഭംഗി ആസ്വദിക്കുമായിരുന്നു എന്നവൾ അറിയണ്ട. സൂസന്ന ഹൃദ്യമായൊന്ന് ചിരിച്ച് നടന്നകുന്നു. മധുവിന്റെ ഉള്ളം വല്ലാതെ കുതികുത്തി. അതൊരു കൗമാരക്കാരനെ പോലെ സൂസന്നയ്ക്ക് ചുറ്റും കറങ്ങി. മധു പോയത് ചെറിയിടത്തേക്കല്ല. ആദ്യം ഒരു ജൗളിക്കടയിൽ കയറി ധരിച്ചിരുന്ന അതേ തരം ഡ്രസ്സ് തിരഞ്ഞു. അത് പക്ഷേ ക്വാളിറ്റി കൂടിയതാണ്. കൂടിയ വിലയും കയ്യിലാകെ ഉള്ളത് 1000 രൂപയുമാണ്. പക്ഷേ കുറയ്ക്കാനാവില്ലല്ലോ. ആ മോഡൽ തന്നെ അല്പം താണതരം ഡ്രസ്സാണ് എടുത്തത്. 970 രൂപ. കയ്യിൽ പിന്നെ പണമില്ല. മധു കൂടുതൽ ആലോചിച്ചില്ല. കൈവിരലിൽ 2 മോതിരമുണ്ട്. ഒന്ന് തൂക്കി വിറ്റു. പണവുമായി ഒരു ലോഡ്ജിൽ മുറിയെടുത്തു. രാത്രിയിൽ ഒറ്റയ്ക്ക് ലോഡ്ജ് മുറിയിൽ കിടക്കുമ്പോൾ അയാൾ ഭാമയെ ഓർത്തു. ഇന്നലെ ഊണ് സമയത്ത് അവളെ കണ്ടത്. അവളുടെ ജ്വലിക്കുന്ന സൗന്ദര്യം. തൻ്റെ ഭാര്യയാണവൾ. പക്ഷേ അവൾ പറഞ്ഞതെന്ത്? ഒരു ദിവസത്തേക്ക് ഒരു പുരുഷന്റെ കിടക്കയും ചൂടും ആവശ്യമില്ലെന്ന്. ചി, എന്നിട്ടവൾ രാവിലെ ചാകാൻ പോയിരിക്കുന്നു. നാണം കെടുത്താൻ. ആൾക്കാർക്ക് മുമ്പിൽ നാണം കിട്ടും. മധു വിലയില്ലാത്തവനായി. ഭാര്യ ഡ്രെയിനിന്റെ അടിയിൽ തല വെക്കാൻ ശ്രമിച്ചു. കുട്ടികളെ കൊണ്ട് ഇനി എങ്ങനെ തല ഉയർത്തിപ്പിടിക്കും? മധുവിന്റെ മനസ്സിലേക്ക് സുഖതമായൊരു കുഞ്ഞിളം കുളിർക്കാറ്റുപോലെ സൂസന്നയുടെ മുഖം ഓടിയെത്തി. മുഖം മാത്രമല്ല, അഴകും ഭംഗിയാർന്ന അവളുടെ അംഗപ്രത്യങ്ങളിലെ നിറവ് അയാളുടെ കണ്ണുകളിൽ നിറഞ്ഞു, മനസ്സിൽ നിറഞ്ഞു. സൂസന്നയുടെ അടുത്ത് നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു പ്രത്യേക സൗരഭ്യം.
മുറിക്കുള്ളിലാകെ നിറയുന്നത് പോലെ. അത് തൻ്റെ സിരകളെ ആകെയൊന്ന് ത്രസിപ്പിക്കുന്നത് പോലെ. ഉറങ്ങാൻ അയാളുടെ കണ്ണുകൾ വിസമ്മതിച്ചു. എങ്കിലും അയാൾ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് കുളിച്ച് പുതിയ ഡ്രസ്സ് ധരിച്ച് മധു ഓഫീസിലെത്തി. സൂസന്നയുടെ മിഴികളിൽ ഒരമ്പരപ്പ് നിറഞ്ഞു. സാർ ഇന്നലെ പുതിയ ഡ്രസ്സ് എടുത്തോ? മധു പുഞ്ചിരിച്ചു. വീട്ടിൽ നിന്നിറങ്ങിയ ഡ്രസ്സിലല്ലാതെ മറ്റൊരു ഡ്രസ്സിൽ ചെന്നപ്പോൾ ഇന്നലെ ഭാമ എന്തു പറഞ്ഞു? മധുവിൻ്റെ മുഖം മങ്ങി. ഞാൻ വീട്ടിൽ പോയില്ല സൂസന്നെ. അതെന്താ? പോയില്ല. പിന്നെ ലോഡ്ജിൽ തങ്ങി. ഓ, അപ്പോൾ വഴക്കും പിണക്കവും അത്ര ചെറുതല്ലായിരുന്നു അല്ലേ? മധു തന്നെ സീറ്റിലേക്കിരുന്നു. എന്താ മധു, സൂസന്നയുമായൊരു സ്നേഹസല്ലാപം? വില്ലേജ് അസിസ്റ്റന്റ് വർഗീസ് ചോദിച്ചു. സ്നേഹമുള്ളത് കൊണ്ട് സല്ലപിക്കുന്നു, മധു പറഞ്ഞു. ഭാമയും 2 പെൺകുട്ടികളും ഉണ്ട്, അത് മറക്കണ്ട, വർഗീസ് ഊന്നി പറഞ്ഞു. ആ ഓർമ്മ വരുമ്പോഴാണ് സ്നേഹം കൂടുതലാകുന്നത്, മധു ചിരിച്ചു എന്ന് വരുത്തി. ആകട്ടെ, തൻ്റെ വൈഫ് പ്രസവം കഴിഞ്ഞ് വീട്ടിലെത്തിയോ? മധു മറുപടി പറഞ്ഞില്ല. ചെന്ന് വിളിച്ചോണ്ട് വാടോ, ഇപ്പോൾ 2-3 മാസമായില്ലേ, വർഗീസ് ചിരിയോടെ പറഞ്ഞു, ഒരു നേരിയ മുന്നറിയിപ്പിന്റെ ധ്വനിയിൽ. അല്ലെങ്കിൽ താൻ വല്ല ചെലന്തിയുടെയും വായിൽ വീണു പോകുമേ. സെക്ഷനിൽ കൂട്ടച്ചിരിയുണ്ടായി. മധുവും ചിരിച്ചു എന്ന് വരുത്തി. സൂസന്നെ മാത്രം ചിരിച്ചില്ല. ആ മുഖം കുനിഞ്ഞു. മിഴികളുടെ കോണുകളിൽ കണ്ണീരിന്റെ സ്ഫടികത്തിളക്കം കണ്ടപ്പോൾ മധുവിന്റെ ഉള്ളിൽ അസ്വസ്ഥത പെരുകി. വിരലുകൾ നീട്ടി ആ മുത്തുമണികൾ അടർത്തി മാറ്റണമെന്നുള്ള ശക്തിയായി കൊതിച്ചുപോയി. പക്ഷേ ഇത് ഓഫീസായി പോയില്ലേ. രാത്രിയിൽ ഒരു പോള കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല ജ്യോതിക്ക്. കണ്ണുകൾ ഇടയ്ക്ക് തുറക്കുന്നു. എങ്കിലും ഭാമയ്ക്ക് ശരിയായ ബോധം വീണിട്ടില്ല. ഇടയ്ക്കിടെ ഞരക്കവും മൂളലും. കൈ അറിയാതെ ഇടയ്ക്ക് ഉയർത്തുകയും മറ്റും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ കൈ ശ്രദ്ധിച്ചേ പറ്റൂ. ട്രിപ്പിന്റെ ബോട്ടിലുകൾ മാറ്റി മാറ്റി ഇട്ടുകൊണ്ടിരുന്നു സിസ്റ്റർ. പിന്നെങ്ങനെ കണ്ണൊന്നടയ്ക്കും? മാത്രമോ അനുവിന്റെ ശാഠ്യം തീരുമ്പോൾ കുസൃതി. അടങ്ങിയിരിക്കില്ല അവൾ. റൂമിൽ നിന്നിറങ്ങി ഒറ്റ ഓട്ടമാണ് സ്റ്റെയർ കേസിലേക്ക്. സ്റ്റെപ്പുകൾ ഇറങ്ങുകയും കയറുകയും ചെയ്യണം അവൾക്ക്. അവളുടെ പിന്നാലെ നടന്ന് ജ്യോതി മടുത്തു. അവളെ ഹോസ്പിറ്റലിൽ തന്നെ നിർത്തുന്നതിന് ഡോക്ടറും സിസ്റ്ററും ജ്യോതിയെ ശകാരിച്ചു. രാത്രിയിലെങ്കിലും മധു വീട്ടിലെത്തും. ജ്യോതി വീടിനടുത്തുള്ള ഫോൺ നമ്പറിലേക്ക് വിളിച്ചു വിവരം പറഞ്ഞിട്ടുണ്ട്. മധുവേട്ടൻ വരും. ഭാമേട്ടത്തിന്റെ അടുത്തിരുന്നില്ലെങ്കിലും അനുവിന്റെ ചുമതലയെങ്കിലും ഏൽക്കും. അങ്ങനെയൊക്കെയാണ് ജ്യോതി കരുതിയത്. രാത്രിയിലെന്നല്ല, രാവിലെയും കാണാതായപ്പോൾ ജ്യോതിക്ക് കരച്ചിൽ വന്നു. അവൾ അനുവിനെയും കൊണ്ട് റിസപ്ഷനിലെത്തി വീടിനടുത്തുള്ള നമ്പറിലേക്ക് വിളിച്ചു. കാർത്തി വന്ന് ഫോൺ എടുത്തു. കാർത്തിയുടെ കയ്യിലിരുന്ന് നീനു കരയുന്നത് ജ്യോതി ഫോണിലൂടെ കേട്ടു. അവൻ ഇവിടെ ഇതുവരെ വന്നില്ല പെണ്ണെ. ഞാൻ കരുതി അവന് ഹോസ്പിറ്റലിൽ വന്നെന്ന്. കാർത്തിക്ക് അമ്പരപ്പായി. ഇവിടെ വന്നില്ലമ്മേ. എൻ്റെ ഈശ്വര, ഇവൻ പിന്നെ എവിടെ പോയി? ഈ കുഞ്ഞാണെങ്കിൽ വായി പൂട്ടാതെ കരച്ചില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? കാർത്തിക്ക് സങ്കടവും പരിഭ്രമവുമായി. ജ്യോതി ആകെ ഭയന്നു. പകലൊക്കെ എവിടെ പോയാലും രാത്രിയിൽ വീട്ടിലെത്തുന്നതാണ് മധുവേട്ടൻ. ഓഫീസിലും ചെന്നിട്ടില്ല. പിന്നെ എവിടെ പോയി? എവിടെ ചെന്ന് അന്വേഷിക്കും? ഭ്രാന്ത് പിടിച്ചതുപോലെ ജ്യോതിയുടെ തലയൊന്ന് വട്ടം കറങ്ങി. അനുവിനെയും കൊണ്ട് ജ്യോതി നിന്ന നിൽപ്പിൽ പുറത്തേക്കൂടി. വില്ലേജ് ഓഫീസിന്റെ അടുത്ത ജംഗ്ഷനിൽ ജ്യോതി ബസ്സിൽ നിന്നിറങ്ങി. ഇന്നലെ മുതൽ ഹോസ്പിറ്റലിൽ ധരിച്ചു നിന്നിരുന്ന അതേ വേഷമാണ് ജ്യോതിക്ക്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ. അനുവിന്റെയും വേഷം മുഷിഞ്ഞതാണ്. പക്ഷേ ജ്യോതി അതിലൊന്നും തൽക്കാലം ശ്രദ്ധിച്ചില്ല. മധുവിന്റെ ഓഫീസിലേക്കാണ് ചെല്ലുന്നതെന്ന് ഓർത്തില്ല. മധുവിനെ കാണണം അവൾക്ക്. എവിടെ നിന്നെങ്കിലും അവളെ അയാൾ എത്രയൊക്കെ ശകാരിച്ചാലും ദേഷ്യപ്പെട്ടാലും തല്ലിയാലും വെറുത്താലും അവൾക്ക് അയാളോട് സ്നേഹമേ ഉള്ളൂ. കാരണം മധു ജ്യോതിയുടെ ഒരേ ഒരു സഹോദരനാണ്. അവനെയാണ് കാണാതായിരിക്കുന്നത്. ഓഫീസിന്റെ വരാന്തയിലിരുന്ന മണികണ്ഠനാണ് ജ്യോതി ആദ്യം കണ്ടത്. അവളുടെ വേഷവും കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയൊക്കെ ശ്രദ്ധിച്ച് മണികണ്ഠൻ ചോദിച്ചു, എന്താ? മധുവേട്ടൻ പറയുമ്പോൾ ജ്യോതിയുടെ കണ്ണുകൾ പെട്ടെന്ന് തുളുമ്പിപ്പോയി. നെഞ്ചിന്റെ പെടപ്പ് അതിദ്രുതമായി. മധുസാറോ? ആ അതെ, ഇന്നലെ ഇവിടെ ഓഫീസിൽ വന്നില്ലായിരുന്നു, ജ്യോതി പറഞ്ഞു. ഓഫീസിൽ വന്നില്ലേ എന്നാര് പറഞ്ഞു? മണികണ്ഠൻ ചോദിച്ചു. അങ്ങേര് ഇന്നലെ 5 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മണികണ്ഠന്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. ഹേയ്, ഇവിടെ ഉണ്ടാവില്ല, ജ്യോതി പറഞ്ഞു. ഞാൻ 2 തവണ ഇന്നലെ വിളിച്ചു, ഇവിടെ ഇല്ലെന്നാണല്ലോ പറഞ്ഞത്. ജ്യോതിയും നെറ്റി ഒന്ന് ചുളിച്ചു. അയ്യോ, വിളിച്ചത് കൊച്ചായിരുന്നോ? അതെ. കൊച്ചേതാ? ഞാൻ സഹോദരിയാ. ഇത് മധുസാറിന്റെ കുഞ്ഞാണോ? അതെ. ഏട്ടൻ ഇന്നലെ രാത്രിയിലും വീട്ടിൽ വന്നില്ല. എനിക്കാകെ പേടിയായിട്ട് വന്നതാ.
എന്തെങ്കിലും വിവരം? എന്ത് വിവരമാണ് മോളെ ഞാൻ പറയുക? ഇന്നലെ ആ സാർ ഇവിടെ 5 മണിവരെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത് സത്യമാ. മണികണ്ഠൻ തീർത്തു പറഞ്ഞു. പിന്നെ വിളിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞതോ? ഇല്ലെന്ന് പറയാൻ പറഞ്ഞു. ജ്യോതി ഞെട്ടിപ്പോയി. വൈകിട്ട് അങ്ങേര് ഏത് വീട്ടിലാ പോയി കിടന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ രാവിലെ ദാ ഇവിടെ ഓഫീസിലുണ്ട്. ഇവിടെയോ? ജ്യോതി അമ്പരന്നു. ആ, അകത്തുണ്ട്. ഒന്ന് വിളിക്കാമോ? ജ്യോതി ഉദ്വേഗത്തോടെ ചോദിച്ചു. പിന്നെന്താ, മോൾ അവിടെ നിൽക്കണ്ട, ഇങ്ങ് കയറി വാ. ആള് സെക്ഷനിലുണ്ട്, ചെന്ന് കണ്ടോളൂ, മണികണ്ഠൻ പറഞ്ഞു. ജ്യോതി ഒന്നും അടിച്ചു. ഇന്നലെ താൻ വിളിച്ചപ്പോൾ ഇല്ലെന്ന് പറയാൻ പറഞ്ഞെങ്കിൽ അത് ദേഷ്യപ്പെട്ടിട്ടാണ്. ആ ദേഷ്യം ഇപ്പോഴും ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ മധുവേട്ടൻ പൊട്ടിത്തെറിച്ചാലോ? ദേഷ്യം വന്നാൽ മധുവേട്ടൻ ആര് നിൽക്കുന്നു എന്നൊന്നും ശ്രദ്ധിച്ചെന്ന് വരില്ല. ജ്യോതി പറഞ്ഞു. ഇങ്ങോട്ടൊന്ന് വിളിച്ചാൽ മതി. ശരി, മോള് നിൽക്ക്. അയാൾ അകത്തേക്ക് കയറി. സൂസന്നയ്ക്ക് ഫയലിലെ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു മധു. 1 വർഷമേ ആയിട്ടുള്ളൂ സൂസന്നയ്ക്ക് ജോലി കിട്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഏത് പേപ്പറിന്റെ കാര്യത്തിലായാലും സംശയമാണ്. ആരോടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്തേ സൂസന്ന പേപ്പർ നീക്കൂ. മധു സാറേ, കാണാൻ ഒരാൾ വന്നു നിൽക്കുന്നു വെളിയിൽ. മണികണ്ഠൻ അടുത്തേക്ക് ചെന്നു. സൂസന്നയ്ക്കരികിൽ നിന്ന് സംശയം പറഞ്ഞ് ക്ലിയർ ചെയ്യുമ്പോൾ മധു ഒരു പ്രത്യേക ലോകത്തായിരുന്നു. അവളുടെ വസ്ത്രങ്ങളിൽ നിന്നും ശരീരത്തിൽ നിന്നുമൊക്കെ ഒരു പ്രത്യേക സൗരഭ്യം. ആ സൗരഭ്യം മധുവിന്റെ സിരകളിൽ മെല്ലെ മെല്ലെ ഒരു വീഞ്ഞിന്റെ ലഹരി പോലെ പതഞ്ഞു പൊങ്ങാൻ തുടങ്ങുന്നു. അപ്പോഴാണ് മണികണ്ഠന്റെ വരവ്. എന്നെ കാണാനോ? ആരാ വന്നത്? മധു ചോദിച്ചു. ആ, മണികണ്ഠൻ പറഞ്ഞു. ഇയാള് ചോദിച്ചില്ല ആരാന്ന്? അനിയത്തിയാണെന്ന് തോന്നുന്നു. അനിയത്തിയോ? മധു ഞെട്ടിപ്പോയി. ജ്യോതിയുടെ വീർത്ത മുഖം മധുവിന് ഓർമ്മ വന്നു. അയാളുടെ ഉള്ളിൽ ഈർഷ്യ നിറഞ്ഞു. അമ്മ പറഞ്ഞു വിട്ടതാവും തന്നെ കാണാഞ്ഞിട്ട്. ചെല്ല് സാറേ, ആ കൊച്ചു വെളിയിൽ നിൽക്കുക, മണികണ്ഠൻ വീണ്ടും പറഞ്ഞു. കയ്യിലിരുന്ന പേന ദേഷ്യത്തോടെ സൂസന്നയുടെ ഫയലിന് മേലിട്ടിട്ട് മധു ഓഫീസിന്റെ മുൻവശത്തേക്ക് നടന്നു. മണികണ്ഠൻ സൂസന്നയ്ക്ക് അരികിലേക്ക് നീങ്ങി. പെങ്ങള് കൊച്ചു വന്നത് ഇന്നലെ മധു സാറ് വീട്ടിൽ ചെന്നില്ലെന്ന് പറഞ്ഞ് അന്വേഷിക്കാനാ. സൂസന്ന മറുപടി പറഞ്ഞില്ല. മുമ്പിലിരിക്കുന്ന ഫയലിലെ പേപ്പറിലേക്ക് തന്നെ നോക്കി. വീട്ടിൽ ചെന്നില്ലെങ്കിൽ പിന്നെ സാർ ഇന്നലെ എവിടെ ആയിരുന്നു? രാവിലെ കുളിച്ച് സുന്ദരനായി പുതിയ വേഷത്തിലാണോ വന്നത്? അപ്പോ ഉറങ്ങിയത് എവിടായിരുന്നു? സൂസന മുഖം ഉയർത്തിയില്ല. കേട്ടതായി ഭാവിച്ചതുമില്ല. സാർ എന്താ ഒന്നും മിണ്ടാത്തത്? മണികണ്ഠൻ ചോദിച്ചു. മണികണ്ഠൻ എന്താ അറിയേണ്ടത്? അല്ല, ഇന്നലെ ഉറങ്ങിയെടുത്ത് തന്നെയാണോ ഇന്നും മധു സാർ ഉറങ്ങുന്നതെന്ന് അറിയാനായിരുന്നു. ആരെങ്കിലും അന്വേഷിച്ച് ഇതുപോലെ വന്നാൽ നമ്മൾ ഉത്തരം പറയണ്ടേ? അറിയാൻ വയ്യെങ്കിൽ ഇയാൾ ഉത്തരം പറയണ്ട. അതല്ല, അറിഞ്ഞേ തീരുമെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് നിന്ന് നേരിട്ട് ചോദിക്കും, സാറ് പറയും. സൂസന്ന തെല്ല് പരുഷമായി തന്നെ പറഞ്ഞു. മണികണ്ഠൻ അതത്ര ഇഷ്ടമായില്ല. എങ്കിലും അയാൾ പിൻവാങ്ങി. മധു ഇറങ്ങി ചെല്ലുമ്പോൾ ജ്യോതി അനുവിനെയും കൊണ്ട് തെല്ലകലെ മാറി നിൽക്കുകയായിരുന്നു. ഗേറ്റിനോടടുത്ത് അയാളെ കണ്ടപാടെ അനു കയ്യും കാലും ഇളക്കി. ആ കുഞ്ഞി കണ്ണുകളിൽ അച്ഛനെ കണ്ട സന്തോഷം തിങ്ങി. ജ്യോതിയുടെ കണ്ണുകളിൽ തെല്ലമ്പരപ്പ് ഓടിച്ചു. ഇന്നലെ കൈലിയും മുണ്ടും ഷർട്ടും ധരിച്ചു പോയ ആളിതാ വില കൂടിയ ഫാഷനബിൾ ഡ്രസ്സിൽ സ്ലാക്ക് ഷർട്ട് ഈം ചെയ്ത് ബെൽറ്റ് ഇട്ടിരിക്കുന്നു. മധുവേട്ടൻ ഫുൾ കൈ ഷർട്ടാണ് ധരിക്കാറുള്ളത്. ഇത്ര വില കൂടിയവയോ അല്ല. കൊള്ളാം, ഈ ഡ്രസ്സ് മധുവേട്ടന് ചേരുന്നുണ്ട്. 5 വയസ്സുകൂടി കുറഞ്ഞ മട്ട്. എന്താടി? അടുത്തു വന്ന മധു ജ്യോതിക്ക് നേരെ തിമിട്ടി. എന്താ നീ ഇവിടെ? അതും ഈ കൊച്ചിനെ നോക്കി പിടിച്ച്. അനുവിന്റെ ഇളക്കവും കൈ നീട്ടലും ശ്രദ്ധിച്ചിട്ടും മധു അവളെ എടുക്കാൻ കൈ നീട്ടിയില്ല. എടി, നീ എന്തിനാണ് വന്നതെന്ന്? മധുവിന് കൂടുതൽ ദേഷ്യം വന്നു. അയാൾ ജ്യോതിയോട് കൂടുതൽ ശബ്ദത്തിൽ തിമിട്ടി. ഇന്നലെ അതിരാവിലെ മധുവേട്ടൻ പോന്നതാണ്, അതും ഉടുതുണി പോലും മാറാതെ. ഇന്നലെ രാത്രിയിലും വീട്ടിലെത്തിയില്ല, ജ്യോതി പറഞ്ഞു. ഓഹോ, ഞാനും വല്ല ട്രെയിനിന്റെ അടിയിലോട്ട് തല വെച്ചൊന്ന് പേടിച്ചു വന്നതാണല്ലേ? മധു പരിഹസിച്ചു. ജ്യോതിക്ക് കണ്ണു നിറഞ്ഞു. അങ്ങനെ ചാകാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല, ചെന്ന് പറഞ്ഞേക്ക്. അല്ലേട്ടാ, ഏട്ടനൊന്ന് വന്നാൽ. എന്താണിപ്പോ വന്നിട്ട്? ഫാമേട്ടത്തി ഹോസ്പിറ്റലിലാണ്. അതെന്തിന്? അവൾ ഇന്നലെ ട്രെയിനിന്റെ അടിയിൽ പെട്ടില്ലല്ലോ, നീ വലിച്ച് താഴെയിട്ടില്ലേ? മധു പരിഹസിച്ചു. ആ ഷോക്ക് കൊണ്ടാവും ഫാമേട്ടത്തി ബോധം കിട്ടുപോയി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കാണ്. അമ്മ നീനുവിനെയും കൊണ്ട് വീട്ടിലുണ്ട്. ഇവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കാൻ ഡോക്ടർ സമ്മതിക്കുന്നില്ല. ഏട്ടനൊന്ന് വന്നാൽ. ജ്യോതി അത്യന്തം സങ്കടത്തോടെ യാചന സ്വരത്തിൽ തന്നെ പറഞ്ഞു. ഓഹോ, ഞാൻ അവൾക്ക് പോയി കൂട്ടിരിക്കാൻ അല്ലേ? ഞാൻ ഹോസ്പിറ്റലിൽ നിന്നോളാം ഏട്ടാ. ഏട്ടൻ വീട്ടിലോട്ട് വന്നാലും മതി. കുഞ്ഞുങ്ങളെ 2 പേരെയും കൂടി നോക്കാൻ അമ്മയ്ക്കാവില്ല.
ആവില്ലെങ്കിൽ നോക്കണ്ട. ഏട്ടാ അത് നീ പോടി, എനിക്കിവിടെ കുന്നോളം പണിയുണ്ട്, മധു പറഞ്ഞു. ജ്യോതി ആകെ വിഷമത്തിലായി. ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ പറയേണ്ടത്? എങ്ങനെ പറഞ്ഞാലാണ് മധു വരിക? അവൾക്കറിയില്ല. അച്ഛാ, അനു മുമ്പോട്ടാഞ്ഞു വീണ്ടും. ജ്യോതി അയാൾക്കരികിലേക്ക് കുഞ്ഞിനെ നീട്ടി. ഛേ, ഷർട്ടിൽ ചെളി പറ്റും, നീ പോകാൻ നോക്ക്, ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അയാൾ ഓഫീസിനുള്ളിലേക്ക് കയറിപ്പോയി. ജ്യോതിക്ക് സത്യമായും കരച്ചിൽ വന്നുപോയി. എന്തൊരു ക്രൂരതയാണ്! ഇവളെയും കൊണ്ട് ഇന്നലെ രാവിലെ മുതൽ താൻ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിലാണ്. അവളെ എടുത്തും അവളുടെ പുറകെ ഓടിയും മടുത്തു. ഹോസ്പിറ്റലിൽ ഭാമേട്ടത്തി വയ്യാതെ കിടക്കുന്നു ഒറ്റയ്ക്ക്. വീട്ടിൽ കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ സഹിക്കാനാവാതെ അമ്മ വിഷമിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരു കുലുക്കവുമില്ലാതെ മധുവേട്ടൻ ഓഫീസിലേക്ക് തിരിച്ചു കയറുന്നു. ഈ കുഞ്ഞിനെ എടുത്താൽ ചെളി പറ്റുമെന്ന് ഷർട്ടിൽ. കുറഞ്ഞപക്ഷം ബസ് സ്റ്റോപ്പ് വരെ വന്ന് തന്നെ വണ്ടിയിലൊന്ന് കയറ്റി വിടാൻ തോന്നിയില്ലല്ലോ മധുവേട്ടന്. എങ്ങനെ ഇങ്ങനെ മനസാക്ഷിയില്ലാതെ ക്രൂരമായി പെരുമാറാൻ മധുവേട്ടന് കഴിയുന്നു? ജ്യോതി തിരിച്ചു നടന്നു. ഓഫീസിനുള്ളിലേക്ക് ചെന്ന മധുവിനോട് സൂസന്ന ചോദിച്ചു, എന്തിനാണ് അനിയത്തിക്കുട്ടി വന്നത്? ഓ, വെറുതെ. അല്ല, ഇന്നലെ വീട്ടിൽ ചെല്ലാതിരുന്നത് കൊണ്ട് വല്ല പ്രശ്നവും? മധു മറുപടി പറഞ്ഞില്ല. സൂസന്ന അയാളുടെ അസ്വസ്ഥത ശ്രദ്ധിച്ചു. അതുവരെ ഉണ്ടായിരുന്ന പ്രസന്നതയും ഉത്സാഹവും നശിച്ചിരിക്കുന്നു. എങ്കിലും സൂസന്ന പിന്നെ ഒന്നും ചോദിച്ചില്ല. ജ്യോതി വീട്ടിലെത്തുമ്പോൾ നീനുവിന് പാല് കൊടുക്കാൻ പാടുപെടുകയാണ് കാർത്തി. മുലപ്പാൽ കുടിച്ചിരുന്ന ആ കുഞ്ഞ് പെട്ടെന്ന് ബോട്ടിൽ ഫീഡിങ്ങിലേക്ക് വന്നപ്പോൾ അതുമായി പൊരുത്തപ്പെടാൻ പറ്റാതെ വിഷമിക്കുകയാണ്. അല്പം കുടിക്കും, പിന്നെ അവൾ നിപ്പിൾ നാവ് കൊണ്ട് തള്ളും, പിന്നെയും കരയും, വീണ്ടും കുടിക്കും. ഇന്നലെ മുതൽ ഈ ബഹളമാണ്. കാർത്തി മടുത്തു. അതിനിടയിൽ ആഹാരം ഉണ്ടാക്കാനോ കഴിക്കാനോ ഒന്നും കാർത്തിക്ക് കഴിയുന്നില്ല. മധു എത്തിയില്ല എന്ന വേവലാതി വേറെയും. ജ്യോതി ചെന്ന പാടെ അനുവിനെ താഴെ നിർത്തിയിട്ട് നീനുവിനെ ഒന്നെടുത്തു. അവൾ നീനുവിനെ നെഞ്ചോട് ചേർത്തു. മെല്ലെ ആട്ടുകയും ബോട്ടിലിന്റെ നിപ്പിൾ കൊടുക്കുകയും ചെയ്തു. പൂർണ്ണമായി തൃപ്തിപ്പെട്ടില്ലെങ്കിലും നീനു ഇത്തിരി പാല് കുടിച്ചു. അവനെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോടി? കാർത്തി ഉത്കണ്ഠയോടെ ചോദിച്ചു. കൊള്ള, വിവരം കിട്ടിയോന്നു കണ്ടിട്ടാണ് ഞാൻ വരുന്നത്, ജ്യോതി പറഞ്ഞു. അവ ഹോസ്പിറ്റലിൽ വന്നോ? എന്തിന്? കൊള്ള, അതിനാ മധുവേട്ടന്റെ ആരാ ഹോസ്പിറ്റലിലുള്ളത്? പിന്നെ നീ കണ്ടെന്ന് പറഞ്ഞതോ? ആൾ ഓഫീസിലുണ്ട്, ഒരു രാജകുമാരന്റെ സ്റ്റൈൽ. ഇന്നലെ താമസിച്ചത് ഓഫീസിലാണോ എന്നറിയില്ല. ഇന്നലെ ഞാൻ 2 തവണ ഫോൺ ചെയ്തിരുന്നു അങ്ങോട്ട്. അവിടെ ഇല്ലെന്ന് പറയാൻ പറഞ്ഞു. ഇന്ന് ഞാൻ ചെന്നു, എല്ലാ വിവരവും പറഞ്ഞു. നോ രക്ഷ. പോരെ? അമ്മയാണ് ഇതിനൊക്കെ കാരണം. അമ്മയാണ് ഏട്ടന് ഇത്രയേറെ വഷളനും സ്നേഹശൂന്യനുമാക്കിയത്, ജ്യോതി പറഞ്ഞു. എന്താടി, അവൻ ആരെയും സ്നേഹിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞോടി? കാർത്തിക് ഈർഷ്യ വന്നു. സ്നേഹിക്കേണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷെ സ്നേഹത്തിൽ അമ്മ വേർതിരിവ് കാണിച്ചു. മധുവേട്ടൻ അത് കണ്ടുപിടിച്ചു. ഓ, നീ ഇത്ര കുറ്റം കണ്ടുപിടിക്കുന്ന പോലീസും മജിസ്ട്രേറ്റും ഒന്നും ആവണ്ട. അവനൊരാണാ. ഒരു ദിവസം വീട്ടിൽ വന്നില്ലെന്ന് വെച്ച എന്താടി? ദേഷ്യം തീരുമ്പോൾ ഇങ്ങ് വന്നോളൂ. അല്ല പിന്നെ. കാർത്തിക് ഈർഷ്യായി. ജ്യോതി പിന്നെ മിണ്ടിയില്ല. ഇനി മിണ്ടിയാൽ അമ്മയ്ക്ക് ദേഷ്യം വരും. കൈ നീട്ടും, തന്റെ ഉരത്തിലോ ചെവിയിലോ പിടിക്കും. വേദനിക്കും വല്ലാതെ. അത് ഒഴിവാക്കിയേക്കാം. ജ്യോതി നീനുവിനെ സമാധാനിപ്പിച്ച് താഴെ കിടത്തിയിട്ട് നേരെ അടുക്കളയിൽ ചെന്നു. അല്പം കഞ്ഞിയും മാങ്ങാ ചേർത്തരച്ചൊരു ചമ്മന്തിയും ഉണ്ടാക്കി കാർത്തിക്ക് വിളമ്പിക്കൊടുത്തു. അനുവിനും. പിന്നെ കുളിച്ച് ഡ്രസ്സ് മാറ്റി ജ്യോതി പോകാനൊരുങ്ങി. നീ കഴിക്കുന്നില്ലേടി? എനിക്കും ഭാമേട്ടത്തേക്കുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്, അവിടെ ചെന്ന് കഴിക്കാം. 10 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് ഞാൻ. എന്തായെന്ന് അവിടെ ചെന്നാലേ അറിയൂ. സമയം ഉച്ചയായി, ഞാൻ പോകുക. ജ്യോതി ഇറങ്ങി. ആന്റി, ഞാനും. തന്നെ കൊണ്ടുപോകുന്നില്ലെന്ന് കണ്ടപ്പോൾ അനു ഉറഞ്ഞു തുള്ളി കരച്ചിലായി. നീ എന്നതാടി ഇതിന് ഇവിടെ ഇട്ടേച്ചു പോകുന്നത്? ഇവളെ അവിടെ നിർത്താൻ പറ്റില്ലമ്മേ. ആ ഡോക്ടറും സിസ്റ്റർ ഇന്നലെ മുഴുവൻ വഴക്കായിരുന്നു. ഇന്നൂടെ കണ്ടാൽ അവരെന്നെ കൂടി ഇറക്കി വിടും. എന്ന് കരുതി ഞാൻ ഇതിന് 2 എണ്ണത്തിനെയും കൂടി എന്താടി ചെയ്യുന്നത്? ഒന്നിനെ കൊണ്ട് തന്നെ ഞാൻ ആകെ മടുത്തു. അമ്മ 6 എണ്ണത്തിനെ വളർത്തിയതല്ലേ, ഇത് 2 എണ്ണമല്ലേ ഉള്ളൂ. 6 എണ്ണത്തിനെ വളർത്തിയെന്നു. ആ പ്രായമാണോടി എനിക്ക്? ജ്യോതിക്കറിയാം അമ്മ നന്നേ വിഷമിക്കുമെന്നു. അനു ശാഠ്യക്കാരിയാണ്. നീനു മലർന്നു മാത്രം കിടക്കുന്ന പ്രായത്തിലുള്ള തീരെ കൈക്കുഞ്ഞും. പക്ഷെ കൊണ്ടുപോകാൻ തീരെ നിവർത്തിയില്ല. അവൾ ധൃതിയിൽ പടി കടന്നു. അനു പിന്നിൽ നിലത്ത് വീണു ഉരുണ്ട് അലറിക്കരയുന്ന ശബ്ദം ജ്യോതി കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് സങ്കടം പൊട്ടി. ഏട്ടൻ ഇവിടെ വന്ന് നിന്നാലും മതിയായിരുന്നു. അമ്മയെ സഹായിച്ചില്ലെങ്കിലും
വീട്ടിൽ ഒരാൾ കൂടെ ഉണ്ടല്ലോ എന്ന സമാധാനത്തിന് വേണ്ടിയെങ്കിലും. പക്ഷെ എന്ത് ചെയ്യാനാണ്? ഇനി ഒരിക്കലൂടെ ഓഫീസിലേക്ക് ചെന്നാൽ അവിടെ ഇട്ട് തന്നെ തല്ലാനും ഏട്ടം മടിക്കില്ല. കണ്ണീർ തുടച്ച് ജ്യോതി നടന്നു. വൈകാതെ ബസ് കിട്ടിയതുകൊണ്ട് ജ്യോതി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലെത്തി. പക്ഷേ റൂമിലെത്തുമ്പോൾ അതിനുള്ളിൽ ഭാമയില്ല. ജ്യോതി ബാത്റൂമിൽ നോക്കി, അവിടെയില്ല. വരാന്തയിലുമില്ല. ജ്യോതി വരാന്തയുടെ അങ്ങേയറ്റത്തുള്ള നേഴ്സുമാരുടെ ഡ്യൂട്ടി റൂമിലേക്ക് ചെന്നു. സിസ്റ്റർ ഒരു സിറിഞ്ചിലേക്ക് മരുന്ന് കയറ്റുകയാണ്. സിസ്റ്റർ, 218 പേഷ്യന്റ് അതിനുള്ളിലില്ലല്ലോ, അവൾ പറഞ്ഞു. സിസ്റ്റർ തിരിഞ്ഞു നോക്കി. ആഹാ, കൊള്ളാം. കുട്ടിയോ? കുട്ടി എവിടെ പോയിരുന്നു? ഞാൻ അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോയി, ജ്യോതി പറഞ്ഞു. കുട്ടിയാൾ കൊള്ളാലോ. ശരിയായ ബോധം ഇനിയും വീണിട്ടില്ലാത്തൊരു പേഷ്യന്റിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങളോട് പോലും ഒരു അക്ഷരം പോലും പറയാതെ കടന്നു കളഞ്ഞല്ലോ. അയ്യോ സിസ്റ്റർ, ഞാൻ. ജ്യോതി പരിങ്ങി. ദാ കൊച്ചെ, ഈ ഫ്ലോറിൽ തന്നെ 10-25 റൂമുകളുണ്ട്. എല്ലാ റൂമിലും ഞാൻ തന്നെ പോകണം. അതിനിടയിൽ ഒരാളെ തന്നെ കെയർ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ കുട്ടിയൊന്ന് പറഞ്ഞിട്ട് പോകണ്ടേ ശ്രദ്ധിക്കണമെന്ന്? സിസ്റ്റർ, ഫാമേട്ടത്തെ എവിടെ? അത് പറയൂ. ഏതെങ്കിലും പുതിയ ടെസ്റ്റിനോ പരിശോധനയ്ക്കോ കൊണ്ടുപോയോ റൂമിൽ നിന്ന്? ഹേയ്, ഇല്ല. അവർ റൂമിലുണ്ടായിരുന്നല്ലോ. അല്പം മുമ്പ് നിങ്ങളെ കണ്ടില്ലെന്നും പറഞ്ഞവർ ബഹളം വെച്ചു. കുഞ്ഞെവിടെ എന്നൊക്കെ ചോദിച്ചു. കൊച്ചുടനെ വരുമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് ഞാൻ പോന്നത്. ഇപ്പോൾ റൂമിലില്ലേ? ഇല്ല. ജ്യോതിക്ക് ഭീതിയായി. അയ്യോ, അവര് പിന്നെ എങ്ങോട്ട് പോയി? സിസ്റ്ററിനും പരിഭ്രമമായി. ജ്യോതിയേക്കാൾ മുമ്പേ സിസ്റ്റർ ഓടി 218ലേക്ക്. അതിനുള്ളിൽ ഭാമയില്ല. എന്റെ ഈശ്വര, ട്രിപ്പിട്ട് കിടത്തിയിരുന്നതാണല്ലോ. ട്രിപ്പിന്റെ നീഡിലൂടെ മരുന്നിന്റെ ഡ്രോപ്പ് തറയിലേക്ക് വീഴുന്നു. നീഡിൽ ഊരിയിട്ടാണല്ലോ അവർ പോയത്. സിസ്റ്റർ നെഞ്ചിൽ കൈവച്ചു. തറയിൽ അതാ ചോരത്തുള്ളികൾ അവിടെ അവിടായി കിടക്കുന്നു. അത്യന്ത പരിഭ്രമത്തോടെ സിസ്റ്റർ പുറത്തേക്ക് പാഞ്ഞു. പുറകെ ജ്യോതിയും. നെടുനീളത്തിലുള്ള വരാന്തയുടെ തറയിൽ ഇടയ്ക്കിടെ ചോരത്തുള്ളികൾ വീണ് കിടക്കുന്നതുകൊണ്ട് അന്വേഷണം വളരെ എളുപ്പമായി. സിസ്റ്ററിനേക്കാൾ മുൻപ് ഓടുകയായിരുന്നു ജ്യോതി. സ്റ്റെയർ കേസ് ഇറങ്ങി തിരിയുമ്പോൾ ജ്യോതി ശക്തമായി ചെന്ന് ആരുടെ ദേഹത്തിടിച്ചു. ജ്യോതിയോ? ഇതെന്താ ഇവിടെ? ആരോ അവളെ പിടിച്ചു നിർത്തി ചോദിച്ചു. ജ്യോതി അത് കേട്ടില്ല, നിന്നതുമില്ല. അവൾ താഴേക്ക് വീണ്ടും ചാടിയിറങ്ങി. കാരണം അവളുടെ ശ്രദ്ധ ചോരത്തുള്ളികളിൽ മാത്രമായിരുന്നു. സ്റ്റെയർ കേസിനപ്പുറത്ത് ഇടനാഴിയിൽ കുഴഞ്ഞു വീണ് കിടക്കുകയാണ് ഭാമ. വെയിലിലെ സൂചിക്കൊത്തിൽ നിന്ന് ഒഴുകിയ ചോര തറയിൽ ഒരു വൃത്തം സൃഷ്ടിക്കുന്നു. ഭാമേട്ടത്തി! അത്യന്തം ഭയത്തോടെ ജ്യോതി ഓടിച്ചെന്ന് ഭാമയെ കുലുക്കി ഉണർത്താൻ നോക്കി. ഭാമേട്ടത്തി! ജ്യോതി പൊട്ടിക്കരയാൻ തുടങ്ങി. സിസ്റ്റർ ഓടിപ്പോയി അറ്റൻഡറേയും കൂട്ടി സ്ട്രക്ചറുമായി വന്നു. ഭാമ മൂളുകയും ഞെരങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അബോധാവസ്ഥയുടെ അതിരിങ്കലാണ് അവളെന്ന് തോന്നി. വളരെ പെട്ടെന്ന് തന്നെ ഭാമയെ റൂമിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഡോക്ടർ രാജൻ മാത്യു ഓടിയെത്തി. ട്രിപ്പും മറ്റു ട്രീറ്റ്മെന്റുകളും വീണ്ടും ആരംഭിച്ചുകൊണ്ട് ഡോക്ടർ രാജൻ മാത്യു ജ്യോതിക്ക് നേരെ ഗൗരവത്തിൽ നോക്കി. ഇവരെ ഒറ്റയ്ക്കാക്കിയിട്ട് കുട്ടി എവിടെ പോയി? ഞാൻ. ജ്യോതി പരിങ്ങി. ഭാമയുടെ നില കണ്ട് ഭയന്നിരുന്ന ജ്യോതി കരഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ? നിങ്ങൾ എന്താ ശ്രദ്ധിക്കാതിരുന്നത്? ഡോക്ടർ സിസ്റ്ററിനോട് ദേഷ്യപ്പെട്ടു. സിസ്റ്ററും വിഷമാവസ്ഥയിലായി. എല്ലാ റൂമുകളിലും എപ്പോഴും ചെല്ലാൻ അവർക്കാകുമോ? ജ്യോതി പറയാതെ പോയതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ സ്ത്രീക്ക് ഹസ്ബൻഡ് ഇല്ലേ? ഡോക്ടർ വീണ്ടും ജ്യോതിക്ക് നേരെ തിരിഞ്ഞു. ഉവ്വ്. എന്നിട്ട് അയാൾ ഇതുവരെ കണ്ടില്ലല്ലോ. ജ്യോതി വിളറി. അയാളോട് എന്നെ വന്നെന്ന് കാണാൻ പറയൂ. അത് ഏട്ട സ്ഥലത്തില്ല, ജ്യോതി കള്ളം പറഞ്ഞു. പിന്നെ ആരുണ്ട് കൂടെ? ആരുമില്ല. വീട്ടിലിപ്പോൾ അമ്മയും ഞാനും ഭാമേട്ടത്തെയും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ. ജ്യോതി വീണ്ടും കള്ളം പറഞ്ഞു. ഡോക്ടർ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവർക്ക് ശരിയായ സെൻസ് കിട്ടുന്നത് വരെ അടുത്ത ആളുണ്ടായിരിക്കണം. കേട്ടല്ലോ? ഉവ്വ് ഡോക്ടർ, ജ്യോതി സമ്മതിച്ചു. ഡോക്ടർ പോയപ്പോൾ സിസ്റ്റർ ജ്യോതിക്ക് നോക്കി. ഭാമ കുട്ടിയുടെ ഏട്ടന്റെ ഭാര്യയാണല്ലേ? അതെ. പിന്നെ സ്വന്തം ചേച്ചിയാണെന്ന് ഇന്നലെ പറഞ്ഞതോ? സ്വന്തം ചേച്ചിയാണ് സിസ്റ്റർ. എന്താ സംശയം? ജ്യോതി ചോദിച്ചു. സിസ്റ്റർ ജ്യോതിയെ ഒന്നുകൂടി നോക്കിയിട്ട് വാതിലിനടുത്തേക്ക് നടന്നു. എന്തെങ്കിലും ചോദിച്ചാൽ സത്യം പറയില്ല. ഏട്ടന്റെ ഭാര്യയാണെന്ന് പറയുന്നു, സ്വന്തം ചേച്ചിയാണെന്നും പറയുന്നു. രണ്ടും കൂടി എങ്ങനെ ശരിയാകും? പോകുന്ന വഴിക്ക് അവർ പിറുപിറുത്തു. ജ്യോതി മന്ദഹസിച്ചു. രണ്ടും കൂടി എങ്ങനെ ശരിയാകുമെന്ന്. അതൊരു ശരിയായാൽ പെൺജന്മത്തിന് തന്നെ അതൊരു മോക്ഷമാർഗമല്ലേ? അന്യ വീട്ടിൽ നിന്നും വരുന്ന പെണ്ണിനെ സ്വന്തമെന്ന് കരുതാനുള്ള കഴിവ് ഭൂമിയുടെ കറക്കത്തിന്റെ തണ്ടാവില്ലേ? ആ കഴിവും തിരിച്ചറിവും ആവണം. തനിക്ക് എന്തായാലും ഭാമേട്ടത്തെ സ്വന്തമായിട്ടല്ലാതെ കരുതാൻ കഴിഞ്ഞിട്ടേയില്ല. ജ്യോതി
ഒരു കസേര വലിച്ചിട്ട് ഭാമയ്ക്കരികിലേക്ക് നീങ്ങിയിരുന്നു. ഏട്ടത്തിയുടെ മുഖം വല്ലാതെ കരുവാളിച്ചിരുന്നു. മുഖത്തെ ഭംഗിയും നഷ്ടമായിരുന്നു. ഭീതിയുടെ നേർത്ത രേഖകളാണിപ്പോൾ മുഖാവരണം. ജ്യോതി ഭാമയുടെ നെറ്റിയിൽ ഒന്ന് കൈ ഓടിച്ചു. മുടി ഒന്നൊതുക്കി വെച്ചു. 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ആകെ വലയുന്ന അമ്മയുടെ മുഖം ജ്യോതിയുടെ മുമ്പിൽ തെളിഞ്ഞു. ശരിയാണ്, അമ്മ 6 മക്കളെ വളർത്തിയിട്ടുണ്ട്. അത് അമ്മയുടെ ചെറുപ്പകാലത്താണ്. ആരോഗ്യമുള്ള കാലം. ഇപ്പൊ 65-ന് മേൽ പ്രായമുണ്ട്. കഴുത്തിനും കൈക്കും കാലിനുമൊക്കെ എന്നും വേദനയും വിഷമവുമാണ്. കുഴമ്പ് തേച്ചും ചൂട് പിടിച്ചും ഒക്കെയാണ് മിക്കപ്പോഴും വേദന അകറ്റുക. ആ സ്ഥിതിക്ക് 2 കുഞ്ഞുങ്ങൾക്ക് പിന്നാലെ ഓടി നടന്നാൽ 2-3 ദിവസത്തിനുള്ളിൽ അമ്മയും ബെഡിൽ കയറും. അത് ഓർത്തപ്പോൾ ജ്യോതിക്ക് ആകെ വിഷമം തോന്നി. മധുവേട്ടൻ താൻ ചെന്ന് പറഞ്ഞിട്ടും ഒന്നും വന്നില്ലല്ലോ എന്നോർത്ത് ജ്യോതിക്ക് കരച്ചിലാണ് വന്നതും. ജ്യോതി പെട്ടെന്ന് വാതുക്കൽ വിളി കേട്ടു. ജ്യോതി ഞെട്ടി തിരിഞ്ഞു നോക്കി. മഹേഷ്, മഹിയേട്ടൻ. മുകളിൽ സൂര്യന്റെ കത്തുന്ന ചൂടും താഴെ കനൽ പോലെയുള്ള മണലും മാത്രമുള്ള മരുഭൂമിയിലൂടെ ദാഹിച്ചും വിശന്നും വലഞ്ഞ് എഴഞ്ഞു നീങ്ങുന്ന അവസരത്തിൽ പെട്ടെന്ന് മുമ്പിലൊരു പൂങ്കാവനം എത്തിപ്പെട്ടൊരാശ്വാസവും ആനന്ദവും തോന്നി ജ്യോതിക്ക്. അവളുടെ മിഴികൾ ഒന്ന് വിടർന്നു. വരണ്ട അതരങ്ങൾ തെല്ലകന്നു. ഒരമ്പരപ്പ് അവളുടെ മുഖത്ത് പ്രകടമായി. ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? അമ്പരപ്പോടെ അവൾ ആദ്യം ചോദിച്ചത് അതാണ്. മഹേഷ് ഒന്ന് ചിരിച്ചു. ജ്യോതി തെല്ലൊരു ഭീതിയോടെ ഫാമയെ നോക്കി. ഫാമ കണ്ണുമടച്ച് ഒരേ കിടപ്പാണ്. ശ്വാസോച്ഛ്വാസം ക്രമാനുഗതമായിട്ടുണ്ട്. കണ്ണു തുറന്നാൽ മഹിയേട്ടൻ ആരാണെന്ന് ചോദിച്ചാൽ എന്തു പറയും? തെല്ല് ചമ്മലിൽ ജ്യോതി മഹേഷിനെ നോക്കി. ഞാൻ അകത്തേക്ക് വരട്ടെ? മഹേഷ് പുഞ്ചിരിയോടെ ചോദിച്ചു. ജ്യോതി വീണ്ടും ഭാമയെ നോക്കി. മയങ്ങിക്കിടക്കുകയാണ്, അറിയാൻ പോകുന്നില്ല. എന്നാലും ജ്യോതി ഭയന്നു. അവൾ വാതിക്കലേക്ക് ചെന്നു. ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? അവൾ വീണ്ടും ചോദിച്ചു. ആരും പറഞ്ഞില്ല. മഹേഷ് കൈകെട്ടി വാതിക്കൽ തന്നെ നിന്ന് പുഞ്ചിരിച്ചു. പിന്നെ എന്നെ ഇടിച്ചിട്ടിട്ടല്ലേ മുമ്പേ ഓടിയത്? ഇടിച്ചിട്ടോ? അതെ, മുമ്പേ ഫാമേട്ടത്തെ തപ്പി ഓടിയില്ലേ? സ്റ്റെയർ കേസിൽ വെച്ച് എന്റെ ഈ നെഞ്ചിലേക്കാണ് ജ്യോതി വന്ന് ആഞ്ഞിടിച്ചത്. ജ്യോതിയുടെ മുഖത്തെ ചമ്മൽ, നേരിയ നാണം ഒപ്പം പൂത്തു. ഞാൻ പിടിച്ചു നിർത്തി. എന്തു പറ്റിയെന്ന് ചോദിച്ചു. ആര് കേൾക്കാൻ? ചിരിയോടെ മഹേഷ് കൈമലർത്തി. ഞാൻ ജ്യോതിയുടെ പുറകെ വന്നു. ഫാമേട്ടത്തെ സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ടു പോകുമ്പോഴും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ആര് കാണാൻ? ജ്യോതിയും ചിരിച്ചു. ഫാമേട്ടത്തിക്ക് വല്ല ആപത്തും ഉണ്ടായോ എന്നായിരുന്നു എന്റെ ഭയം. അതുകൊണ്ടാണ് ചുറ്റും നിൽക്കുന്നവരെ കാണാൻ കഴിയാനെന്ന് എനിക്കും മനസ്സിലായി. പിന്നെന്താ ഇത്രയും സമയമായിട്ട് വരാതെ മറഞ്ഞു നിന്നത്? ഞാൻ കരുതി ജ്യോതിയുടെ ഏട്ടനും കൂടെ ഉണ്ടാവുമെന്ന്. കാണാതിരുന്നപ്പോൾ സൂത്രത്തിലൊന്ന് അന്വേഷിക്കാമെന്ന് കരുതി, മഹേഷ് പറഞ്ഞു. ജ്യോതിയുടെ ഏട്ടൻ ഓഫീസിലാകും അല്ലേ? ആ ജ്യോതി സമ്മതിച്ചു. അതുകൊണ്ട് ഏട്ടത്തിയുടെ ഫുൾ ചാർജ് ജ്യോതിക്കാവും. അതെ. ഏട്ടത്തിക്ക് എന്തു പറ്റി? അത് പനി കൂടി, ഹൈ ടെമ്പറേച്ചറായി. ഓഹോ, എന്നാണ് അഡ്മിറ്റ് ആയത്? ഇന്നലെ. ജ്യോതി മഹേഷിന്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാ മഹിയേട്ടൻ ഇവിടെ വന്നത്? കൂട്ടുകാരി അതാ 214 കിടപ്പുണ്ട്, മഹേഷ് പറഞ്ഞു. ശ്രീകുട്ടിക്ക് എന്തു പറ്റി? ജ്യോതിക്ക് ഉത്കണ്ഠയായി. സെയിം തിങ്, പനി, വൈറൽ ഫീവർ. അവളുടെ സ്വഭാവം അറിയില്ലേ? കൂടുതൽ വെയിൽ കൊണ്ടാൽ തളരുന്ന സ്വഭാവം. ഇന്നും പുലർന്നപ്പോൾ എണീക്കാൻ പറ്റാത്ത വിധം കിടപ്പാണ്. നേരെ കൊണ്ടുപോന്നു അഡ്മിറ്റാക്കി, മഹേഷ് വിശദീകരിച്ചു. എനിക്ക് അവളെ കാണണം. കാണാലോ, വന്നോളൂ. ജ്യോതി ഒരടി മുമ്പോട്ട് നീങ്ങി. പെട്ടെന്ന് അവൾ നിന്നു, തിരിഞ്ഞു നോക്കി. ഫാമേട്ടത്തി മയങ്ങിക്കിടക്കുകയാണ്. പക്ഷേ ഇടയ്ക്ക് കണ്ണെങ്ങാനും തുറന്നാലോ? അല്പം മുമ്പേ സംഭവിച്ചതുപോലെ നീഡിൽ വലിച്ചു പറിച്ചെറിഞ്ഞിട്ട് ഓടിയാലോ? അവൾ നിസ്സഹായതയോടെ മഹേഷിനെ നോക്കി. എന്താ ജ്യോതി? ഫാമേട്ടത്തിന്റെ അരികിൽ നിന്ന് മാറിപ്പോകരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്, നനഞ്ഞ സ്വരത്തിൽ ജ്യോതി പറഞ്ഞു. മഹേഷ് അവളെ സാഹൂതം നോക്കി പുഞ്ചിരിച്ചു. അവളുടെ ആ ഉത്തരവാദിത്വ ബോധം, ഏട്ടന്റെ ഭാര്യയോടുള്ള കറ പുരളാത്ത സ്നേഹം ഒക്കെ മനസ്സിലാക്കുന്നു എന്നായിരുന്നു ആ നോട്ടത്തിന്റെയും ചിരിയുടെ അർത്ഥം. ജ്യോതി തെല്ല് നിരാശയോടെ മുഖം കുനിച്ചു. ശ്രീകുട്ടിയെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നിരാശ. മഞ്ജുശ്രീ ജ്യോതിയുടെ ക്ലാസ്മേറ്റ് ആണ്. ശ്രീ എന്നും ശ്രീകുട്ടി എന്നുമാണ് അവളെ എല്ലാരും വിളിക്കുന്നത്. +1-ലും +2-ലും ഒക്കെ ജ്യോതിയോടൊപ്പമായിരുന്നു മഞ്ജുശ്രീയും. ഇന്റിമേറ്റ് ഫ്രണ്ട്. ജ്യോതിയെ പോലെ തന്നെയാണ് മഞ്ജുശ്രീയും. പഠിക്കാൻ മിടുക്കിയാണ്. മഞ്ജുശ്രീ പലപ്പോഴും ചെറിയിടത്ത് വന്നിട്ടുണ്ട്. ജ്യോതിയെ മഞ്ജുശ്രീ തന്റെ വീടായ ശ്രീനിലയത്തിലും കൊണ്ടുപോയിട്ടുണ്ട്. ജ്യോതിയെ ശ്രീകുട്ടിയുടെ മാതാപിതാക്കളായ മഹേശ്വരിക്കും ഗോപിപിള്ളയ്ക്കും വലിയ താല്പര്യമാണ്. ജ്യോതിയുടെ വിനയം കലർന്ന പെരുമാറ്റവും സ്നേഹം ദ്യോതിപ്പിക്കുന്ന മുഖവും
ആരെ ആകർഷിക്കുന്നത് പോലെ അവരെ ആകർഷിച്ചു. ടൗണിൽ ഒരു സാനിറ്ററി വെയർ ഷോപ്പാണ് ഗോപിപിള്ളയ്ക്ക്. മഞ്ജുശ്രീയുടെ ഏക സഹോദരനാണ് മഹേഷ്. ശ്രീകുട്ടിയെ പോലെ തന്നെ സ്നേഹവാൻ, ആരെയും കൊതിപ്പിക്കുന്ന സുഭകൻ. കോളേജ് ലെക്ചറാണ്. പെർമനന്റ് സ്റ്റാഫ് ആയിട്ടില്ല. ഗസ്റ്റ് ലെക്ചറായി കഴിഞ്ഞ വർഷം മുതൽ പഠിപ്പിക്കുന്നുണ്ട്. മിച്ച സമയം അച്ഛന്റെ കൂടെ കടയിൽ ചെലവഴിക്കും. സ്വന്തം സഹോദരനിൽ നിന്ന് ജ്യോതിക്ക് ഒരിക്കലും ലഭിക്കാത്ത സ്നേഹം മഹേഷിൽ നിന്ന് പലപ്പോഴും ജ്യോതിക്ക് ലഭിച്ചിട്ടുണ്ട്. മഹേഷും മഞ്ജുശ്രീയും തമ്മിലുള്ള സ്നേഹവും കുസൃതിയും അവളെ കൊതിപ്പിച്ചിട്ടുമുണ്ട്. ശ്രീലയത്തിനുള്ളിൽ മൊത്തം സ്നേഹമാണെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. ആ സ്നേഹത്തിന്റെ പങ്കുപറ്റാൻ ശ്രീകുട്ടിയോടൊപ്പം പലപ്പോഴും അവൾ ശ്രീനിലയത്തിൽ എത്തിയിട്ടുണ്ട്. ഒരു സഹോദരി സഹോദരനെന്നുപരി മഹേഷിന്റെ സ്നേഹം എപ്പോഴൊക്കെയോ ജ്യോതിയുടെ ഹൃദയതാളത്തെ വല്ലാതെ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്നേഹത്തിന്റെ നിറഭേദങ്ങൾ വർണ്ണിക്കാനാവുന്നില്ല അവൾക്ക്. മഹേഷ് ഒരിക്കലും അവളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്കിലും അവളെ കാണുമ്പോൾ പണ്ടൊക്കെ ആ മുഖത്തും മിഴികളിലും തെളിഞ്ഞിരുന്ന വാത്സല്യത്തിലുപരി കുറച്ചിടെയായി കാണുന്ന കള്ളപ്പുഞ്ചിരിയും തിളക്കവും അവൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്വപ്നം കണ്ടിട്ടുണ്ടോ താൻ മഹിയേട്ടനെ? മനസാക്ഷിയോട് ജ്യോതി പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ഉവ്വ് എന്നാണ് ഉത്തരം. പക്ഷേ അഭിവാഞ്ച നെഞ്ചിനെ കീഴടക്കി വിജയിക്കാൻ ജ്യോതി പാഠപുസ്തകങ്ങൾ എടുത്ത് നിവർത്തും. ആദ്യം പഠിത്തം, പിന്നെ ഒരു ജോലി. ഭാമേട്ടത്തെ പോലെ അടുക്കളയിൽ കരി പിടിച്ചു പോകാൻ ജ്യോതിക്ക് വയ്യ. ഏട്ടത്തി എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്